ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീത ഗുണാകര സുമനസാമഗ്രേസര ശ്രീപദി ധ്യാനാവസ്ഥിതമാനസ പരിണത പ്രജ്ഞ പ്രകൃഷ്ടാശയ നാനാശാസ്ത്ര വിശാരദ പ്രണിപതൽ ഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും. വാഗീശാദ്യാസു മനസാം സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യുസ്തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീ അക്ഷമാലം ദദാനാം ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാകുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാന സമാന സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ജന്മാദ്യസ്യ യതോന്വയാദിതരതച്ചാത്വേഷ്വഭിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യച്ഛൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതഗോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം ശുശ്രൂഷുഭിത്തക്ഷണാൽ നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയൽ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവാ പുത്രേതി തന്മയതയാതരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപമതിഥിദീർഷതാന്തമോന്ധം സംസാരിണാം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം.
മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതത്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷदैर्गायन्ति യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തന്ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതം പുരതോ മമ. ഭൂതേർമഹദ്ഭിജയിമാ പുരോ വിഭുർനിർമായ ചേതേതമോഷു പൂരുഷ ഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകസ്വലം കൃഷ്ണീഷ്ട ഭഗവാൻ വജാംസി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. ശ്രീകൃഷ്ണായ നമോ നമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായിട്ടുള്ള നമസ്കാരം. നമ്മള് ദശമസ്കന്ധത്തിലെ ഭഗവാന്റെ ലീലകളെയാണ് അനുസ്മരിക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ രാസക്രീഡയെ കുറിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് സ്മരിക്കുകയാണ്. ശ്രീ ഭഗവാൻ കൃഷ്ണൈക ചേതസ്സുകളായിട്ടുള്ള ഗോപസ്ത്രീകളെ തൻ്റെ വേണുഗീതത്തിലൂടെ ശരിക്കും ആകർഷിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ വേണുഗീതം കേട്ടതോടുകൂടി അവർക്ക് കൃഷ്ണനോട് അത്രയും വലിയ ആകർഷണം തോന്നിയത് എന്നാണെങ്കിൽ, ഈ വേണുഗീതത്തിന്റെ ആ പൊരുള് അവരുടെ ഉള്ളില് ശരി അനുഭവ സ്വരൂപമായിട്ട് അറിയാവുന്നതാണ്. വേണുഗീതത്തിന്റെ പൊരുൾ എന്താണ്? ബ്രഹ്മാനന്ദാനുമായിട്ടുള്ള കർമ്മങ്ങളും അതുപോലെ തന്നെ ലൗകികമായിട്ടുള്ള മര്യാദകളെയും ഒക്കെ വെടിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് ഭഗവാനിലേക്ക് എത്തുകയാണ്. അപ്പൊ എവിടെയാ ഭഗവാന്റെ ആ ഭാവം, ആ പൊരുള് ശരിക്ക് അവരുടെ ആ ഉള്ളിൽ ശരിക്ക് പ്രകാശിക്കാൻ തുടങ്ങി. അതോടുകൂടി അവര് ശാരീരികവും മാനസികവുമായിട്ടുള്ള അല്ലെങ്കിൽ ലൗകികവുമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ആ ഓടി വന്നു ഭഗവാൻ അവരെ പല രീതിയിലും പരീക്ഷിച്ചതായിട്ട് നമ്മൾ ഇന്നലെ കേട്ടു. അതൊന്നൊക്കെ ഭഗവാന്റെ, അതായത് ആ പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ച സമയത്ത് ഭഗവാന് തോന്നി, എന്നാൽ ഇനി ഇവർക്ക് വേണ്ടതായിട്ടുള്ള അനുഭവത്തെ കൊടുക്കണം. അനുഭവത്തെ കൊടുക്കണം എന്നല്ല, അവരെ ഒന്നും കൂടെ ശുദ്ധമാക്കി എടുക്കണം എന്നാണ്. എന്താ അത്? അവരുടെ ഉള്ളില് അവരറിയാണ്ട് ലയിച്ചു കിടക്കുന്നതായിട്ടുള്ള ഈ അഹങ്കാരം. നമ്മളിപ്പോ നമ്മുടെ ഉള്ളിൽ നമുക്ക് അഹങ്കാരം ഇല്ല എന്നൊക്കെ പറയാൻ പറ്റും. അത് പറയാനേ പറ്റുള്ളൂ. ഏത് സമയത്താണ് നമ്മുടെ ഉള്ളിൽ ജീവനോട് കൂടിയിട്ട് ലയിച്ചു കിടക്കുന്നതായിട്ടുള്ള ഈ അഹങ്കാരം തലപൊക്കുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ആ സാഹചര്യം വരുമ്പോൾ അത് തലപൊക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇവിടെ അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ അപകടമൊന്നും ഉണ്ടാവില്ല. നിയന്ത്രിക്കപ്പെടാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ജീവൻ ശരിക്കും നരകത്തിലേക്ക് തന്നെയാ പോവുക, യാതൊരു സംശയമില്ല. അപ്പൊ അവരുടെ ഉള്ളിൽ ചെറുതായിട്ട് നാമ്പെടുത്തതായിട്ടുള്ള ഈ അഹങ്കാരം വിജൃംഭിക്കാൻ തുടങ്ങിയപ്പോൾ ആ ചെറിയ തോതിലുള്ള അഹങ്കാരത്തെ പോലും നശിപ്പിക്കണം എന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടാണ് ഭഗവാൻ അന്തർധാനം ചെയ്തത്. അപ്പോഴാണ് അവരുടെ ആ കൃഷ്ണഭക്തി, ആ വിരഹത്തില് ശരിയായിട്ട് അവര് ആ ഭക്തോത്തമ അവരുടെ ഹൃദയം ആ കൃഷ്ണഭക്തി കൊണ്ട് ശരിക്ക് ശുദ്ധമായി തീരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ശുദ്ധമായി തീർന്നതോട് കൂടിയിട്ട് അവർക്ക് ദ്വൈത ഭ്രമം തന്നെ ഇല്ലാണ്ടായി. പിന്നെ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ആ കാട്ടിൽ കാണുന്ന സകല ജീവജാലങ്ങളോടും അന്വേഷിക്കാൻ തുടങ്ങി കൃഷ്ണനെ. കാരണം ആ സകല ജീവജാലങ്ങളുടെ ഉള്ളിലും തൻ്റെ ഉള്ളിലും വിളങ്ങുന്നത് ഒരേ ഒരു ആത്മാവാണ്. അപ്പൊ ആ ഒരു ദ്വൈത ഭാവം നീങ്ങി, ആ അദ്വൈത ഭാവം ശരിക്ക് പ്രകാശിക്കുകയാണ്. അപ്പോഴാണ് ആ ഭഗവാനെ അന്വേഷിക്കുന്നത് അവരോടൊക്കെ. അങ്ങനെ അവരിൽ നിന്നൊന്നും ഒരു മറുപടിയും കിട്ടാണ്ട് വന്നപ്പോ അവർക്കൊന്ന് ബോധ്യമുണ്ട്, ഭഗവാനെ വിളിച്ച് കരയുക. ഒരു ജീവൻ എത്രത്തോളം ഭഗവാന് വേണ്ടിയിട്ട് തപിക്കുന്നുവോ
അത്രത്തോളം ആ ജീവന്റെ ഹൃദയശുദ്ധി വന്ന് ആ ജീവന് പതുക്കെ 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 അല്ലെങ്കിൽ ഒരിക്കലും ചുതിയില്ലാത്ത തരത്തില് ഭഗവാനുമായിട്ട് ഏകീഭവിച്ച് ഒന്നായി തീരാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അതായത് ആ ഗോപസ്ത്രീകള് ആ കാളിന്തി തീരത്തിരുന്ന് ഭഗവാനെ വിളിച്ച് നിലവിളിക്കുന്നത് എന്നാണ്. കരച്ചില അവരുടെ. പക്ഷെ അത് കേൾക്കാൻ വളരെ ഹൃദ്യമായിട്ട് തീർന്നത് കൊണ്ട് അത് ഗീതമായിട്ട് തീർന്നു എന്നാണ് പറയുന്നത്. അതാണ് ഗോപീ ഗീതം എന്നാണ്. ഗോപി എന്ന് വെച്ചാൽ തന്നെ സ്വാമിജി പറയും ഇപ്പം സ്ത്രീ ഭേദഭാവം ഇല്ലാത്ത ആള് എന്നാണ്. അപ്പോ ശരീരഭാവന തീരെ ഇല്ലാത്ത ആള് എന്നാ ജീവൻ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ജീവൻ വാസ്തവത്തില് സ്ത്രീയും അല്ല പുരുഷനും അല്ലല്ലോ. അപ്പൊ ആ ഭാവം ശരിയായിട്ട് വന്ന ആ ജീവനാണ് ഈ ഗോപി എന്നാണ്. അപ്പൊ ആ ഗോപികള് ഭഗവാനെ വിളിച്ച് കരഞ്ഞ ആ കരച്ചില് പാട്ടായിട്ട് ഗീതമായിട്ട് തീർന്നു എന്നാണ്. ആ ഗോപീ ഗീതത്തെ ശരിക്കും നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു ചെറിയൊരു അധ്യായമാണ്, 19 ശ്ലോകങ്ങളേ ഉള്ളൂ. പക്ഷേ അത് ശരിക്കൊരു വേദാന്ത പ്രകരണമാണോ അതോ ഭക്തിശാസ്ത്രമാണോ അതോ ഉപനിഷത്താണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. അത്രയും വലിയ ആ ഭാവം അതിൽ ഒതുങ്ങിയിട്ടുണ്ട് ഈ 19 ശ്ലോകത്തിൽ എന്നാണ്. അതിലെ ഓരോ ശ്ലോകങ്ങളായിട്ട് നമുക്ക് അതിലെ അതായത് കാര്യങ്ങളെ നമുക്ക് നിരൂപിക്കാൻ ശ്രമിക്കാം എന്നാണ്. അത് എത്രത്തോളം കണ്ട് വിജയിക്കുന്ന എനിക്കറിയില്ല. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് സ്മരിക്കാം, നോക്കാം. അപ്പൊ അതിന്റെ ഏതെങ്കിലും ഒരു അരികിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ നമുക്ക് അനുഭൂതി തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മളൊക്കെ ധന്യരായിട്ട് തീരും. അപ്പൊ ഇവിടെ അതിൽ ആദ്യം തന്നെ പറയണത് എന്താണെന്നാണെങ്കിൽ ആ ഗോപികള് പറയുകയാണ്, ജയതി തേദികം ജന്മനാ വ്രജ ശ്രേയത ഇന്ദിരാ ശശ്വതത്രഹി ദൈതദൃശ്യതാം ദിക്ഷുതാവകാസ്ത്വം വിജിന്വതേ. അല്ലയോ പ്രിയപ്പെട്ടവനെ എന്നാ പറയണത്. ഭഗവാനെ, അവിടുത്തെ അവതാരം കൊണ്ട് ഞങ്ങളുടെ ഈ ഗോകുലം ലോകത്തില് മറ്റുള്ള പ്രദേശങ്ങളെക്കാളും അതായത് കേമമായിട്ട് വിരാജിക്കുകയാണ്. ഇപ്പോ ഇന്ദ്രന്റെ അമരാവതിയും അളകാപുരി, കുബേരന്റെ അളകാപുരിയും ഒക്കെ ഇന്ന് ഞങ്ങളുടെ ഗോകുലത്തെ നമസ്കരിക്കണം. സത്യലോകവും വൈകുണ്ഠവും കൂടി ഇന്ന് ഞങ്ങൾക്ക് വലുതല്ല. കാരണം എന്താ? ഇന്ദ്രനും ബ്രഹ്മാവും ഈ ഗോകുലത്തെ അന്വേഷിച്ചു വന്നിട്ടുണ്ട്. ഞങ്ങളാരും അവരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. ഞങ്ങളുടെ അവസ്ഥ എന്താണ്? വിദ്യാഭ്യാസവും ഇല്ല, സംസ്കാരവും ഇല്ല, സമ്പത്തില്ല, ആഭിജാത്യമില്ല, കുലമഹിമയില്ല, സത്സംഗം തരായിട്ടില്ല. ഇതൊന്നുമില്ലാത്ത ഈ ഞങ്ങൾക്ക് ഈ തരത്തിലുള്ള ഉത്കർഷം ഉണ്ടാവാൻ കാരണം എന്താണ്? ഭഗവാന്റെ അവതാരം. ഞങ്ങളുടെ ഈ ചെറ്റക്കുടലില് സർവ്വ ഐശ്വര്യങ്ങൾക്ക് നാഥനായിട്ടുള്ള അവിടുന്ന് വന്ന് അവതരിച്ചുല്ലോ ഭഗവാനെ. അതാണ് ഞങ്ങളുടെ ഐശ്വര്യത്തിന് ഹേതു. ആരാ ഭഗവാൻ? ലക്ഷ്മി വല്ലഭനാണ്, വൈകുണ്ഠനാഥനാണ്. ഇപ്പോ അവിടുന്ന് ഞങ്ങളുടെ കുടിലിൽ വന്ന് കളിക്കാൻ തുടങ്ങിയതോടുകൂടെ ലക്ഷ്മി ദേവി വൈകുണ്ഠം ഉപേക്ഷിച്ചിട്ട് ഇപ്പോ ഗോകുലത്തിലെത്തി ഞങ്ങൾക്കൊക്കെ ദാസ്യപ്രവൃത്തി ചെയ്യുകയാണ്. നോക്കൂ, ഞങ്ങൾ തപസ്സോ വ്രതങ്ങളോ യോഗമോ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ചെയ്തവരും ചെയ്യുന്നവരുമായിട്ട് ഒട്ടേറെ ആൾക്കാരുണ്ട്. എന്നിട്ടും അവരെക്കാളും കൂടുതലായിട്ട് അവിടുന്ന് ഞങ്ങളെയാണ് അനുഗ്രഹിച്ചത്. അതിന്റെ കാരണം എന്താ? ഭഗവാന്റെ കാരുണ്യം, ഭഗവത് കൃപ. അപ്പോ അങ്ങനെ ഞങ്ങളോട് കാരുണ്യം ചൊരിഞ്ഞ അങ്ങ് ഇപ്പൊ ആ കാരുണ്യം എവിടെയാ കൊണ്ടുപോയത്? ആ കാരുണ്യം ഇപ്പൊ കാണാനില്ലല്ലോ. ഓരോ പ്രാണചലനം പോലും ഞങ്ങളുടെ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങയുടെ സ്വന്തം ആളുകളാണ് ഞങ്ങള്. ഇപ്പൊ അങ്ങയെ കാണാണ്ട് ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യാത്ത ദയനീയമായ വിരഹതാപം കൊണ്ട് ഞങ്ങൾ തപ്പതകളായിട്ട് ഈ കാട് മുഴുവൻ തെരഞ്ഞിട്ടും ഭഗവാനെ അങ്ങയുടെ ദർശനം കിട്ടിയില്ലല്ലോ എന്നാണ്. അതാണ് ശരിക്ക് ആ ഈശ്വരനെ അന്വേഷിച്ച് ഉള്ള കരച്ചിലിന്റെ ഭാവം എന്നാണ്. പറഞ്ഞപ്പോ ഈ ഗോകുലം എല്ലാ ലോകങ്ങളെക്കാളും ഉത്കൃഷ്ടമായിട്ട് തീർന്നു. നോക്കൂ, ഇവിടെ ലക്ഷ്മി ദേവിയുടെ നിത്യ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള്. ഇതിനെല്ലാം കാരണം അവിടുന്ന് ഞങ്ങളുടെ ഇടയിൽ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇപ്പൊ അവിടത്തേക്ക് വേണ്ടി മാത്രം ഞങ്ങള് ശരീരത്തിൽ പ്രാണനെ ധരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, ദാസിമാരാണ്. അങ്ങനെയുള്ള ഞങ്ങളിപ്പൊ അങ്ങയെ കാണാനായിട്ട് ഈ കാട്ടിൽ അലഞ്ഞു തിരിയാണ്. ഞങ്ങളുടെ ഈ ദയനീയത അങ്ങ് കണ്ടിട്ടില്ലേ ഭഗവാനെ?
ഇനിയും ഞങ്ങളുടെ ഈ ദയനീയ ഭാവം കാണാതെ മറഞ്ഞു നിൽക്കാൻ അങ്ങക്ക് എങ്ങനെയാ മനസ്സ് വരുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് ദർശനം നൽകി അനുഗ്രഹിക്കണം. ഇതാണ് അവരുടെ ആ ഭക്തിയുടെ കൃഷ്ണനെ വിട്ട് ഒരു നിമിഷ നേരം നിൽക്കാൻ വയ്യ. ആ കൃഷ്ണ ദർശനമാണ് ജീവിതത്തിൽ സാധിക്കേണ്ടത്, കൃഷ്ണ അനുഭവം. അപ്പൊ ഇതാണ് ഈ അതായത് ആ ശ്ലോകത്തിന്റെ ഭാവാർത്ഥം. അതിലൊക്കെ ഓരോ ശ്ലോകത്തിലും വ്യംഗ്യമായിട്ട് ചില അർത്ഥങ്ങള് ആചാര്യന്മാര് കൽപ്പിച്ചിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അതായത് ആദ്യത്തെ ശ്ലോകത്തിന്റെ വ്യംഗ്യമായിട്ടുള്ള ഭാവം, വാസ്തവത്തിൽ ഇല്ലാത്തതും ഉണ്ട് എന്ന് തോന്നുന്ന സമയത്തു കൂടെ കേവലം ജഡമായതും സുഖിക്കുമ്പോൾ പോലും ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നതും അങ്ങനെ അനൃതവും ജഡവും ദുഃഖസ്വരൂപവുമായ ഈ ശരീരവും ഇന്ദ്രിയ മനോബുദ്ധികളാകുന്ന കരണങ്ങളും ഇന്ന് സർവപ്രകാരത്തിലും വർത്തിക്കുന്നു. കാരണം ഈ ഇന്ദ്രിയ മനോബുദ്ധികളോ ശരീരമോ ഇല്ലാത്തതാണ്. പക്ഷെ അത് ഇല്ലാത്തതാണെന്ന് നമുക്ക് ബോധിക്കാൻ കഴിയില്ല, അത് ഉള്ളതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ജഡമായിട്ടുള്ള വസ്തുക്കളാണ് ശരീരവും ഇന്ദ്രിയ മനോബുദ്ധികളും. ജഡമായി ഇരുന്നിട്ടും അത് ചൈതന്യത്തോടു കൂടി സുഖിക്കണോ, അതായത് ചൈതന്യത്തോടു കൂടിയിട്ടും ഓജസ്സോടും കൂടി വർദ്ധിക്കണോ. ദുഃഖമാണ് ഈ ശരീരത്തിന്റെ സ്വഭാവമെങ്കിലും ചില സമയത്ത് സുഖം അനുഭവിക്കണോ. ഈ അവസ്ഥ അത്യന്തം ജഡമായിട്ട് ഈ ശരീരത്തിന് കൈവന്നത് എന്തുകൊണ്ടാണ്? അല്ലയോ ഭഗവാനെ, അവിടുത്തെ ഈ അവതാരം കൊണ്ട്. അപ്പൊ ഈ മനുഷ്യ ശരീരം തന്നെയാണ് വ്രജം. അവിടുത്തെ അവതാരം കൊണ്ടാണ് ഈ ജഡമായിട്ടുള്ള ശരീരത്തിന് ഈ അവസ്ഥയൊക്കെ കൈവന്നത്. മംഗളമൂർത്തിയായി പരമപുരുഷനായി വിളങ്ങുന്ന അല്ലയോ ഭഗവാനെ, അങ്ങ് ആ പരമാത്മഭാവത്തിൽ നിന്ന് ഇറങ്ങി ജീവഭാവത്തിൽ എപ്പോ അവതരിച്ചുവോ അപ്പോഴ് ഇല്ലാത്ത ശരീരം ഉള്ളതായിട്ട് അനുഭവപ്പെട്ടു. ഉള്ളതായിട്ടുള്ള അവിടുത്തെ ചേർച്ച കൊണ്ട് ജഡവും സചേതനമായിട്ട് മാറുകയാണ്. ആനന്ദമയനായിട്ടുള്ള അങ്ങയുടെ ചേർച്ച കൊണ്ട് ദുഃഖവും സുഖമായിട്ട് നമുക്ക് പ്രപഞ്ചത്തിലെ അനുഭവം തന്നെ കാണാം. പക്ഷെ ചില സമയത്ത് നമുക്ക് അത് സുഖമായിട്ടാണ് അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോ എന്തൊരു മാറ്റമാണത്? ഒരു നിമിഷം അങ്ങ് ഇതിൽ നിന്ന് വേർപെട്ടു പോയാൽ, അതായത് ശരീരത്തിൽ നിന്ന് ജീവൻ അങ്ങ് ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവൻ അങ്ങ് പോയാൽ ഇവയൊക്കെ ഇല്ലാത്തതായിട്ട് മാറും. അപ്പൊ അങ്ങുള്ളപ്പോ എല്ലാം ഉള്ളതാണ്, അങ്ങില്ലെങ്കിൽ എല്ലാം ഇല്ലാത്തതുമായിട്ടൊന്ന് തീരും. അപ്പൊ നിത്യവസ്തുവായിട്ടുള്ള ഭഗവാൻ അല്ലാതെ പിന്നെ ഒന്നുമില്ല. അതുള്ളത് കൊണ്ട് മറ്റുള്ളതൊക്കെ ഉള്ളതായിട്ട് തോന്നുന്നത്. അങ്ങനെ ഈ ശബ്ദാദി വിഷയ സമ്പത്തുക്കളുടെ ശബ്ദാദി വിഷയ സമ്പത്തുകളുടെ അതിദേവതയായിട്ടുള്ള പ്രകൃതി ദേവി പരമപുരുഷനായിട്ടുള്ള ഈശ്വരന്റെ എഴുന്നള്ളത്തിനെ മാനിച്ച് ജഡങ്ങളായിട്ടുള്ള എല്ലാ കരണങ്ങളെയും വിഷയസമ്പത്ത് കൊണ്ട് സേവനം ചെയ്ത് ദാസ്യം വഹിക്കുകയാണ് അല്ലെ. അപ്പൊ കണ്ണ് കാണുക, അതിലൂടെ ആനന്ദം അനുഭവിക്കുകയാണ്. അങ്ങനെ ഓരോ പ്രകാരത്തിൽ നിന്നാണ്, ഓരോ ഇന്ദ്രിയങ്ങളിൽ നിന്നാണ്. അവിടുത്തെ കാരുണ്യ മഹിമ അതിശയം തന്നെ ഭഗവാനെ. ജഡങ്ങളായിട്ടുള്ള ഈ പ്രസ്തുത കരണങ്ങൾക്കൊക്കെയും ഓരോ നിമിഷത്തെ ജീവിതം കൂടെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ടാണ്. അപ്പൊ എല്ലാ കരണങ്ങളും അങ്ങയുടെ സാന്നിധ്യത്തിലാണ് അതതിന്റെ വിഷയങ്ങളെ അനുഭവിച്ച് ആ വിഷയാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ നിലയ്ക്ക് ഇതൊക്കെ അങ്ങയുടെ വിഭൂതികളല്ലാണ്ട് വേറെന്താണ്? അപ്പൊ ഓരോ നിമിഷവും ഈ പ്രപഞ്ചത്തില് അവ മുഴുവൻ അങ്ങയാണ് അന്വേഷിക്കുന്നത്. ഇപ്പൊ കണ്ണ് നല്ലൊരു വസ്തുവിനെ കണ്ട് അതിൽ ആനന്ദം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങാണ് അതിലൂടെ ആ ആനന്ദ സ്വരൂപനായിട്ട് വിളങ്ങുന്നത്. അപ്പൊ ഓരോ അതായത് ആനന്ദത്തെ ഓരോ വസ്തുവിലും ഓരോ കാലദേശങ്ങളിലും അങ്ങയെ തേടുകയാണ് അല്ലെ. ദേശത്തിലും കാലത്തിലും ഒക്കെ ഇന്ദ്രിയങ്ങളിലൂടെ അല്ലെങ്കിൽ ശരീരം കൊണ്ട് നമ്മൾ ആ സുഖമാണ് അന്വേഷിക്കുന്നത്. അപ്പോ അതായത് ആ സുഖം ശരിയായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ആ മനസ്സിന്റെ ബഹിർമുഖത്വം, നാനാത്വഭാവം. ആ നാനാത്വഭാവം കൊണ്ടും ബഹിർമുഖത്വം കൊണ്ടും അങ്ങയെ മാത്രം അറിയാൻ കഴിയുന്നില്ല. വിഷയങ്ങളൊക്കെ അറിയാം, പക്ഷെ വിഷയങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ അതിനെ അതുപോലെ നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്ന പരമ്പൊരുളിനെ നമ്മൾ അറിയണില്ല. അല്ലയോ ദയാമയനായിട്ടുള്ള ഭഗവാനെ, അങ്ങ് എന്തുകൊണ്ടാണ് അങ്ങയുടെ ദർശനം കൊണ്ട് ഈ കരണങ്ങളെ രമിപ്പിക്കാത്തത്?
അപ്പൊ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളെ കൊണ്ടല്ല യഥാർത്ഥ സുഖം അനുഭവിക്കുന്നത്. പിന്നെ ഈശ്വരഭാവത്തിലെത്തുമ്പോ അത് മാത്രം വരുന്നില്ലല്ലോ ഇന്ദ്രിയങ്ങൾക്ക്. അങ്ങയെ കാണാൻ പറ്റിയില്ലെങ്കിൽ തന്നെത്താൻ നശിക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. അങ്ങയെ കേൾക്കാനും അങ്ങയെ കാണിക്കാനും അങ്ങയെ സ്പർശിക്കാനും അങ്ങയെ രസിക്കാനും അങ്ങയെ വിചാരിക്കാനും അങ്ങയെ അറിയാനും കഴിയില്ലെങ്കിൽ പിന്നെ ചെവിക്കും മൂക്കിനും ത്വക്കിനും നാവിനും മനസ്സിനും ബുദ്ധിക്കും പിന്നെ എന്തിനാ ജീവിതം? അപ്പൊ അവയുണ്ടായത് തന്നെ അങ്ങയെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ട് നമ്മൾ എന്താ വേണ്ടത്? ഈശ്വരനെ അറിയല്. അല്ലയോ ഭഗവാനെ, ഇനിയെങ്കിലും ഈ വൈപരീത്യം നീങ്ങി ആ ഇന്ദ്രിയ മനോബുദ്ധികള് അങ്ങയിൽ ഉറയ്ക്കാൻ ലഭിക്കാനായിട്ട് അതായത് അനുഗ്രഹിക്കണം, ആ ദർശനം കൊടുത്ത് അനുഗ്രഹിക്കണം എന്ന് പറയുകയാണ്. അപ്പൊ ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ട് ആത്മഭാവത്തെ അറിയാൻ ആ തക്ക വിധത്തിലാക്കി തരണേ എന്നാണ് അതിൽ വ്യംഗ്യമായിരിക്കുന്ന അർത്ഥം. അതാണ് ആ ഗോപികാഗീതത്തിന്റെ ആ പ്രഭാവം ആ ആദ്യത്തെ ശ്ലോകം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ശരിക്കും വേദാന്ത തത്വങ്ങളെ ബോധിപ്പിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത് പറയുന്നു, ശരതുദാശയേ സാധുജാത സരസിജോദര ശ്രീമുഷാദൃശ സുരതനാഥതയ ശുൽക്കദാസിക വരദ നിഘ്നതോ നേഹ കിംവധ. പറയണം ഭഗവാനെ, ഈ ശരൽക്കാലത്ത് പൂർണ്ണഭാവത്തിൽ വികസിച്ച താമരയുടെ ആ വിശാലമായിരിക്കുന്ന ദളങ്ങൾ പോലെ സുന്ദരവും വിശാലവുമായിട്ടുള്ള തൃക്കണ്ണുകൊണ്ട് നിഷ്കാമദാസികളായിട്ടുള്ള ഞങ്ങളെ കടാക്ഷിച്ച് അടിമകളാക്കി അല്ലയോ ഭഗവാനെ, ആ അങ്ങ് തന്നെ ഇപ്പോ അവിടത്തെ വിരഹമാകുന്ന തീക്ഷ്ണങ്ങളായിട്ടുള്ള വേദനകളെ കൊണ്ട് ഞങ്ങളെ തന്നെ ഒരു കൊല്ലല്ലേ ചെയ്യുന്നത് എന്നാണ്. അപ്പൊ ഭഗവാന്റെ ആ സുന്ദരമായിട്ടുള്ള രൂപത്തെ അവരെ ഓർക്കുകയാണ്. ആ ശരൽക്കാലത്ത് ചെന്താമരപ്പൂവിന്റെ ഇതളിനെ ആ ചെന്താമരപ്പൂവിന്റെ ഇതളിന്റെ ഭംഗിയെ പോലും നിഷ്പ്രഭമാക്കി തീർക്കുന്ന അതിസുന്ദരമായിട്ടുള്ള കണ്ണുകള്, ആ അമൃത കടാക്ഷം വർഷിച്ചിട്ട് അങ്ങ് ഞങ്ങളെ അവിടുത്തെ നിഷ്കാമദാസികളാക്കി മാറ്റി ഒറ്റ കടാക്ഷം കൊണ്ട് എന്നാണ്. പരമാനന്ദത്തിന്റെ ഉറവിടമായിട്ടുള്ള അല്ലയോ ഭഗവാനെ, അപ്രകാരം ദാസികളായിട്ട് തീർന്ന ഞങ്ങളെ ഉപേക്ഷിക്കുന്നത് ഞങ്ങളെ കൊല്ലുന്നതിന് തുല്യാണ്. ആ ഭഗവാനെ കാണാതെ കരഞ്ഞ് ഞങ്ങൾ ഇവിടെ കിടന്ന് ഹൃദയം തകർന്ന് മരിച്ചോട്ടെ എന്നാണോ അവിടുത്തെ മനോഭാവം? അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യ. ഇതാണ് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള അർത്ഥം. ഇനി അതിന്റെ വ്യംഗ്യാർത്ഥം എന്താണ്? അതായത് ഏകവും അദ്വിതീയവുമായിട്ടുള്ള ജ്ഞാനസ്വരൂപേണ എല്ലാ ജീവന്മാരുടെയും ഉള്ളിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലയോ ഭഗവാനെ, വളരെയൊക്കെ നിഷ്കാമ കർമ്മയോഗം അനുഷ്ഠിച്ചിട്ടും ഞങ്ങളുടെ നാനാത്വ ഭ്രാന്തി നീങ്ങി ആ അദ്വിതീയമായിട്ടുള്ള ജ്ഞാനം അനുഭവിക്കാൻ ഞങ്ങള് സാധിക്കാതെ തപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇപ്പൊ ഞങ്ങളെ ഈ നാനാത്വ ഭ്രമത്തിന് ആസ്പദമായിട്ടുള്ള അജ്ഞാനം കൊണ്ട് അവിടുന്ന് ശരിക്കും ഞങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് അവിടുത്തെ വ്യംഗ്യമായിട്ടുള്ള ഭാവം എന്നാണ്. അപ്പൊ ഈ അജ്ഞാനം നീങ്ങണം ജീവന്റെ. പിന്നെ പറയുകയാണ്, വിഷജലാപ്യയാൾ വ്യാളരാക്ഷസാൽ വർഷമാരുതാൽ വൈദ്യുതാനലാൽ വിഷമയാത്മജാൽ വിശ്വതോ ഭയാ ഋഷഭദേ വയം രക്ഷിതാമുഹു. പറയാണ്, ഞങ്ങൾ അങ്ങയെ കാണാണ്ട് ഹൃദയം തകർന്ന് മരിച്ചോട്ടെ എന്നാണ് അവിടുത്തെ മനോഭാവം എന്ന് ഞങ്ങൾക്ക് വിചാരിക്കാൻ വയ്യ. ഇതാണ് ഞങ്ങൾ മരിക്കുന്നതൊന്നും ഭഗവാൻ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങളുടെ ജീവിതത്തില് ആ കാളിന്തിയിലെ വിഷജലം കുടിച്ച് ഞങ്ങളുടെ കുട്ടികളൊക്കെ മരിച്ചപ്പോഴും, അകാസുരൻ കുട്ടികളെയൊക്കെ വിഴുങ്ങിയപ്പോഴും, ഇന്ദ്രൻ ഗോകുലത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കഠിനമായിട്ട് മഴ പെയ്യിച്ചപ്പോഴും, കാട്ടുതീയിൽപ്പെട്ട് എല്ലാവരും നശിക്കാൻ തുടങ്ങിയപ്പോഴും, വത്സൻ മയൻ തുടങ്ങിയിട്ട് അസുരന്മാരുടെ ബാധ കൊണ്ട് നാശം ആസന്നമായപ്പോഴും എന്ന് വേണ്ട, അപ്പോഴപ്പോഴ് ഈ ലോകത്തിൽ സംഭവിച്ച എല്ലാ ആപത്തുകളിൽ നിന്നും മഹാനായിട്ട് അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു. പറയപ്പെട്ട ആപത്തുകളൊന്നും മനുഷ്യപ്രയത്നം കൊണ്ട് നീക്കാൻ പറ്റുന്നതായിരുന്നില്ല. അതിലേതെങ്കിലും ഒരാപത്തിൽ നിന്ന് അവിടുന്ന് രക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഗോകുലം ഇതിനു മുമ്പേ എത്രയോ മുമ്പേ നശിക്കുമായിരുന്നു. അങ്ങനെ അമാനുഷമായ ദിവ്യശക്തി കൊണ്ട് ഭയങ്കരങ്ങളായിട്ടുള്ള ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച കരുണാമയനായിട്ട് അവിടുത്തെ കാരുണ്യം ഇപ്പൊ എവിടെ പോയി ഭഗവാനെ? അവിടുത്തെ വിരഹമാകുന്ന ഈ കൊടുന്തീയിലിട്ട് ഞങ്ങളെ ഇങ്ങനെ വറുത്തു കൊല്ലരുത് ഭഗവാനെ. ഇനി ഒരു നിമിഷം പോലും താമസിക്കാതെ അവിടുത്തെ ദർശനം തന്ന് ഞങ്ങളെ കുളിർപ്പിക്കൂ എന്നാണ്. കാരണം ഞങ്ങൾ മരിക്കുന്നത് അവിടത്തേക്ക് ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് വിചാരിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ മരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ പണ്ട് അതായത്
ഞങ്ങളുടെ കുട്ടികള് കാളന്തിയിലെ വിഷം കുടിച്ച് മരിച്ചപ്പോ അവിടുന്ന് കാരുണ്യ കടാക്ഷം കൊണ്ട് ജീവിപ്പിച്ചില്ലേ? അഗാസുരൻ ഞങ്ങളുടെ മക്കളെയൊക്കെ വിഴുങ്ങിയപ്പോ അവനെ കൊന്നിട്ട് അങ്ങ് അവരെ രക്ഷിച്ചില്ലേ? ഇന്ദ്രൻ സൃഷ്ടിച്ചതാണ് പേമാരിയും കൊടുങ്കാറ്റും, അതിൽപ്പെട്ട് ഗോകുലം മുഴുവൻ നശിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങ് രക്ഷിച്ചില്ലേ ഗോവർദ്ധന ഉയർത്തിപ്പിടിച്ചിട്ട്? അതുപോലെ ആ കാട്ടുതീയിൽ നിന്ന് ഗോകുലവാസികളായിട്ട് ഞങ്ങളെയൊക്കെ രക്ഷിച്ചില്ലേ? അതുപോലെ തന്നെ അരിഷ്ടാസുരൻ, വ്യോമാസുരൻ തുടങ്ങിയിട്ടുള്ള അസുരന്മാരുടെ ഉപദ്രവത്തിൽ നിന്നും അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു. ഇങ്ങനെ എത്രയോ പ്രാവശ്യം മരണത്തിൽ നിന്ന് രക്ഷിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോ അങ്ങയെ കാണാൻ സാധിക്കാത്ത തീവ്ര ദുഃഖം കൊണ്ട് ഞങ്ങളെല്ലാം ഹൃദയം തകർന്ന് മരിക്കട്ടെ എന്നാണ് അവിടുത്തെ ചിന്താഗതി എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ഭഗവാനെ. ആലോചിച്ച് നോക്കൂ, അവരുടെ അടുത്ത് ആ സ്മരണ ഉണ്ടായിരുന്നു. എത്രയോ ആപത്തുകൾ ജീവിതത്തിൽ വന്ന് ആ ആപത്തുകളിൽ നിന്നൊക്കെ കൃഷ്ണനാണ് ഞങ്ങളെ രക്ഷിച്ചത്. നമുക്ക് അങ്ങനെ വല്ല സ്മരണയുണ്ടോ? രാത്രി ഉറങ്ങണോ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാവിലെ നമ്മൾ എണീറ്റു, ആ എണീപ്പിച്ചതാരാ? നമ്മൾ ഒരു നിമിഷമെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അപ്പൊ നമ്മളെയൊക്കെ രക്ഷിച്ചത് ഭഗവാനാ. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇവിടെ അതാണ് ഇതിന്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം എന്നാണ്. അവിടുന്ന് ദർശനം എന്താന്ന് അനുഗ്രഹിക്കണം. ഇനി അതിൽ വ്യംഗ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താ? നമ്മളൊരു ജീവൻ അമ്മയുടെ ഗർഭോദരത്തിൽ വന്ന് വീഴുന്ന സമയത്ത് ആ ഗർഭോദരത്തില് ഏതൊക്കെ തരത്തിലുള്ള ദുഃഖം നമ്മൾ അനുഭവിക്കണം എന്ന് ആലോചിച്ച് നോക്കൂ. ഗർഭോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട്. ഇത് അതേ കാര്യം തന്നെയാണ് ഈ ഭാഗവതത്തില് കപിലോപദേശത്തിലെ ജീവന്റെ സംസാരഗതിയെ കുറിച്ച് വർണ്ണിക്കുന്നത് എന്നാണ്. അപ്പോ ഗർഭപാത്രത്തില് അമ്മയുടെ ഗർഭപാത്രത്തില് പലവിധ വിഷനീരുകള്, കൃമിജാലങ്ങള്, രാക്ഷസീയമായിട്ടുള്ള മറ്റ് ശക്തികള്, അതുപോലെ തന്നെ ചരണത്തിന്റെ വൈപരീത്യം, അതുപോലെ ജഠരാഗ്നിയുടെ ചൂട്, അമ്മയുടെ അതായത് ഈ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടിക്ക് അനിഷ്ടമായിട്ടുള്ള അമ്മയുടെ പ്രവൃത്തി. കാരണം നല്ല ചൂടുള്ള ഭക്ഷണം കഴിച്ചാൽ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്കല്ലേ അതിന്റെ കുഴപ്പം. നല്ല എരിയുള്ളതും പുളിയുള്ളതൊക്കെ കഴിച്ചാൽ തീക്ഷ്ണത അനുഭവപ്പെടുന്നത് ഈ കുട്ടിക്കാണ്, അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ആ ഭ്രൂണത്തിനാണ്. അപ്പോ അങ്ങനെ അമ്മയുടെ ആ തരത്തിലുള്ള വൃത്തികളെ കൊണ്ടും ശരീരകാരണമായിട്ടുള്ള ഈ രജശുക്ലങ്ങള് ഛിദ്രിക്കപ്പെടാണ്ട്, ഗർഭം സ്രവിപ്പിക്കപ്പെടാണ്ട് ചെയ്യാതെ അവിടെ ആയിരക്കണക്കിലുള്ള കൃമികീടങ്ങളുടെയും കഠിനമായിട്ടുള്ള ജഠരാഗ്നിയുടെയും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പലതരം ദുർനീരുകളുടെയും എല്ലാറ്റിനെയും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണവായുവിന്റെയും മധ്യത്തിൽ വെച്ച് യാതൊരു കുറ്റവും കൂടാണ്ട് തക്ക സമയത്ത് അതത് അവയവങ്ങള് വളർന്നു ഓജസ്സോട് കൂടിയ ശരീരം അവിടുന്ന് സംജാതമായിട്ട് തീരുകയാണ്. ഒന്നാലോചിച്ച് നോക്കൂ ശരീരത്തിന്റെ ഭാവം. ആ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോ കണ്ണിന്റെ സ്ഥാനത്ത്, മൂക്കിന്റെ സ്ഥാനത്ത്, ചെവിയുടെ സ്ഥാനത്ത്, ഇതൊക്കെ ആരാ കൊണ്ടുവച്ചത്? ഭഗവാനാണ്. അങ്ങനെ ശരീരം സന്ദർഭം വന്നപ്പോ ശരിക്കും കുടൽമാൻ, അതായത് മറുപിള്ളിയുമായിട്ടുള്ള ബന്ധം വേർപെട്ടിട്ട് കുട്ടി പുറത്തേക്ക് വരികയാണ്. വന്നതോട് കൂടിയിട്ടോ പുറത്തുള്ള വായു ശ്വസിക്കാനായി കൊണ്ടുപറ്റി കരച്ചിലിനോട് കൂടെ. പിന്നെ അതിനുശേഷം ക്രമേണ പലതരം ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ശരീരം എല്ലാറ്റിനും പറ്റുന്നതായ ഒരു ദിവ്യ ഉപകരണമായിട്ട് യൗവനത്തിലെത്തിയത് ഏതൊരു മഹാപ്രഭുവിന്റെ അനുനിമിഷം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന കാരുണ്യ പ്രഭാവത്താലാണ്. ആലോചിച്ച് നോക്കൂ, ഈ ശരീരം ഇപ്പൊ ഈ നിലയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആരാ? നമ്മൾ അതിനെ സംരക്ഷിക്കുന്നുണ്ട്. കാര്യമൊക്കെ ശരിയാ. നമ്മുടെ സംരക്ഷണം കൊണ്ടൊന്നും നമ്മുടെ ശരീരം അതുപോലെയൊന്നും ഇരിക്കില്ല. ഇതിന്റെ പിന്നില് ഭഗവാന്റെ പ്രവൃത്തി, ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. ഇപ്പൊ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഓരോ പ്രവൃത്തിയും. അപ്പൊ കരുണാമയനായിട്ടുള്ള ഈശ്വരനാകുന്ന അങ്ങയെ മറക്കാനും ഉപേക്ഷിക്കാനും ആണോ ഒരു ജീവന് വിവേകം? കാരണം ആ ജീവന് എല്ലാ ഭാവത്തെയും കൊടുത്തിരിക്കുന്നത് ഈശ്വരനാണ്. ഭാഗ്യം കൊണ്ട് ജീവന് വിവേകവും തന്നു. അതുകൊണ്ട് ഭഗവാനെ ആ കിട്ടിയ വിവേകം കൊണ്ട് ഇനി ഒരൊറ്റ നിമിഷവും അങ്ങയെ കാണാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഏതൊരു കാരുണ്യം കൊണ്ട് ഞങ്ങളെ എത്രത്തോളം അനുഗ്രഹിച്ചുവോ ആ കാരുണ്യം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടുത്തെ ദർശനം തന്ന് അനുഗ്രഹിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വിവേകം.
പിന്നെ പറയണ നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മതൃ വിഘനസാർത്ഥിതോ വിശ്വകുപതയേ സഖബുദൈവാൻ സത്വതാങ്കുലേ. പിന്നെ അവര് പറയണ ഭഗവാനെ അവിടെ നിന്ന് ആരാ? യശോദാപുത്രനായിട്ടുള്ള കേവലം ഒരു മനുഷ്യക്കുട്ടിയല്ല അവിടെ നിന്ന്. പിന്നെ ആരാ? അഖിലദേഹിനാം അന്തരാത്മതൃ, എല്ലാ ജീവന്മാരുടെ ഉള്ളിലും ചരാചര അന്ത്യര്യാമിയായിട്ടുള്ള സാക്ഷാൽ ഈശ്വരൻ. ലോകത്തില് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ബ്രഹ്മദേവനാൽ അപേക്ഷിക്കപ്പെട്ടു. അവിടുന്ന് ലോകക്ഷേമത്തിന് വേണ്ടിയിട്ട് സാത്വതന്മാരുടെ വംശത്തിൽ വന്ന് അവതരിച്ചതാണ്. ഈ പരമാർത്ഥം ഞങ്ങൾക്കറിയാം ഭഗവാനെ. അതുകൊണ്ട് ഞങ്ങള് ഒരു മനുഷ്യനായിട്ടല്ല, സാക്ഷാൽ ഈശ്വരനായിട്ടാണ് ഞങ്ങൾ അങ്ങേ അറിയുന്നത്. അതാണ് അവിടുത്തെ ദർശനത്തോട് കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്ന നില വന്നത്. അപ്പൊ മനുഷ്യ ജീവിതം ഈശ്വര ദർശനത്തിന് വേണ്ടിയിട്ട്. നോക്കൂ, ഗോപികള് ശരിക്ക് ആ വേദാന്ത തത്വം മനസ്സിലാക്കിയിരിക്കുക. അവിടുന്ന് യശോദയുടെ മകനായിട്ടുള്ള വെറും ഒരു അതായത് ഗോപകുമാരനല്ല, എല്ലാ ജീവജാലങ്ങളുടെയും അന്ത്യര്യാമിയായിട്ടുള്ള പരമാത്മാവ്. ബ്രഹ്മാവിന്റെ അപേക്ഷ കൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഇങ്ങനൊരു രൂപത്തിൽ അവതരിച്ചിരിക്കുന്നത്. അപ്പൊ കൃഷ്ണഭക്തി കൊണ്ട് മനസ്സ് ഒരളവ് വരെ ശുദ്ധമായി തീർന്നപ്പോ ഗോകുലത്തിൽ മറ്റാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഈ ദേവരഹസ്യം പോലും ഗോപസ്ത്രീകൾക്ക് മനസ്സിലായി. ഇതാണ് ഗോപസ്ത്രീകളുടെ ശ്രേഷ്ഠത, ഗോപികളുടെ. ഇനി അതിലെ വ്യംഗ്യാർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. സർവചരാചരങ്ങളുടെയും അന്ത്യര്യാമിയായിട്ടുള്ള ആത്മാവിനെയാണ് ഇവിടെ കൃഷ്ണനായിട്ട് ചിത്രീകരിച്ചത്. അതുകൊണ്ട് കൃഷ്ണനെ പുറത്തല്ല അന്വേഷിക്കേണ്ടത്, അകത്താണ്. എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള അറിവും കൃഷ്ണസ്വരൂപമാണ്. നമ്മളിപ്പോ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ അറിയുകയാണെങ്കിലും ആ അറിവിന്റെ അടിസ്ഥാനം കൃഷ്ണനാണ്. ആ ജഗത് സൃഷ്ടാവായിരിക്കുന്ന പരമേശ്വരൻ തന്നെ ഇപ്രകാരം ആത്മാന്വേഷണ സ്വരൂപമായിട്ടുള്ള ജഗത്തില് ധർമ്മത്തെ സ്ഥാപിച്ചിരിക്കണു. എന്നാൽ സത്വഗുണ സമ്പന്നന്മാരായിട്ട് സുഹൃതികൾക്ക് ഈ അറിവുണ്ടാകുമോ? സത്വഗുണം വളർന്ന ആ മനസ്സിനെ ശുദ്ധീകരിച്ച സുഹൃതികൾക്ക് ഈ അറിവുണ്ടാകും. അപ്പൊ അവരില് ക്രമേണ ആ ആത്മബോധം പ്രകാശിക്കും. അവരെ ആത്മാവാകുന്ന കൃഷ്ണന്റെ ദർശനം കൊണ്ട് ചാരിതാർത്ഥ്യം അനുഭവിക്കുക. ഞങ്ങൾക്കും ആ ദശ എപ്പോഴാ ഭഗവാനെ കൈവരിക? അപ്പൊ ആ ദശ കൈവരിക്കുമ്പോഴേ, അല്ലെങ്കിൽ ആത്മാവിനെ ആത്മസ്വരൂപേണ അറിയാനാണ്, ആ അറിയുമ്പോഴാണ് ജീവന് അതായത് ചാരിതാർത്ഥ്യം ഉണ്ടാവുക എന്ന് കാണിച്ചു തരികയാണ്. അത് ബ്രഹ്മസ്തുതിയിലും ഈ ഒരു ഭാവം കാണിച്ചു തന്നിട്ടുണ്ട് എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ശ്ലോകത്തില് വിരജിതാഭയം വൃഷ്ണിധുര്യതേ ചരണമീയുഷാം സംസുതേർഭയാൽ കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിന ശ്രീകരഗ്രഹം. എന്താ? തന്റെ പാദഭക്തന്മാരെ സംസാര ഭയത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നവരാണ് ഭഗവാൻ. മനോഹര സ്വരൂപത്തോടു കൂടിയവനും കൃഷ്ണശ്രേഷ്ഠനുമായിട്ടുള്ളല്ലയോ കൃഷ്ണ. സർവ അഭീഷ്ടപ്രദായിയും ലക്ഷ്മി ദേവിയെ പരിഗ്രഹിച്ചതുമായിട്ടുള്ള അവിടുത്തെ തൃക്കൈകള് ഞങ്ങളുടെ ശിരസിൽ ഒന്ന് വെച്ച് അനുഗ്രഹിക്കണേ ഭഗവാനെ. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും അതുകൊണ്ട് തീരുന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഇവിടെ ആ ഗോകുലവാസികളായിട്ടുള്ള ഞങ്ങളുടെ യാദവശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാനെ ആശ്രയിച്ച ഭഗവാനോട് പറയുകയാണ്. എന്താ ഭഗവാന്റെ പ്രത്യേകത? ആശ്രയിച്ച ആ ആളുകളെ സംസാര ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആളാണ്. സാധാരണ ഭയത്തിൽ നിന്നല്ല. ഈ സംസാര ഭയം എന്ന് വെച്ചാൽ അത് ചില്ലറ ഭയമൊന്നും അല്ല എന്നാണ്. അങ്ങനെ ആ രക്ഷിക്കുന്ന ആളാണ് അവിടുന്ന്. എങ്ങനെ? തൻ്റെ ആ തൃക്കൈകളെ കൊണ്ട്. അപ്പൊ ഭഗവാന്റെ തൃക്കൈകള് സംസാരതാപത്തെ നശിപ്പിക്കും. അതുകൊണ്ടാണ് പ്രഹ്ലാദന്റെ ശിരസിൽ തൃക്കൈകൾ വെച്ച് അനുഗ്രഹിച്ചത്. സർവ അഭീഷ്ടങ്ങളെയും വർഷിക്കുന്നവയാണ് ആ തൃക്കൈകള്. ലക്ഷ്മി ദേവിയുടെ പാണിഗ്രഹണം ചെയ്ത ആ കരവല്ലവങ്ങള് ഞങ്ങളുടെ ശിരസിൽ ഒന്ന് വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ. അപ്പൊ ഭഗവാന്റെ കൈകള് ശിരസിൽ വെക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഭഗവാന്റെ അനുഗ്രഹം ബുദ്ധിയിൽ ശരിക്കും ഉറപ്പിക്കുക. അപ്പൊ ആ നിലയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നാണ് അവര് പ്രാർത്ഥിക്കുന്നത്. ഇനി അതിന് താല്പര്യം എന്താ? അങ്ങയുടെ പാദസേവ വേണ്ടതുപോലെ ചെയ്യാത്തത് കൊണ്ടാണ് ജീവന് സംസാര ഭയം നീങ്ങാത്തത്. ഭഗവാൻ പാദസേവ ചെയ്ത് മനസ്സിനെ ശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് പിന്നെ സംസാര ഭയം ഉണ്ടാവില്ല. ഈശ്വരനെ ശരിക്കും പരമാർത്ഥത്തിൽ ആശ്രയിച്ചവരുടെ ഒക്കെ സംസാര ഭയം നീങ്ങിയിട്ടുണ്ട്. എങ്ങനെ? ആത്മാവായിട്ടുള്ള ഭഗവാനെ തന്നിൽ താനായിട്ട് അനുഭവിച്ചപ്പോ പിന്നെ ഈ ശരീരവും ഇല്ല, ലോകത്തിന്റെ അനുഭവങ്ങളും ഇല്ല. എത്രയൊക്കെ ജ്ഞാനമോ തപസ്സോ യോഗമോ എന്തൊക്കെ ഉണ്ടായാലും
ഈശ്വരന്റെ ആ പരമാർത്ഥമായിട്ടുള്ള പ്രേമവും വിശ്വാസവും വർദ്ധിക്കാതിരിക്കുന്ന അത്രത്തോളം കാലം നമുക്ക് ഈ ആ ഭാവം അനുഭവിക്കാൻ പറ്റില്ല. അപ്പൊ വർദ്ധിച്ച പ്രേമത്തോടും വിശ്വാസത്തോടും കൂടെ ഈശ്വരനെ സർവാത്മനെ ആശ്രയിക്കുക തന്നെ വേണം എന്നാണ് പറഞ്ഞത്. അപ്പോ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവും. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഈഹ പരലോകാനുഭവങ്ങളും അതുപോലെ പരാത്പരമായിട്ടുള്ള കൈവല്യവും നിറവേറും. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഈ ലോകത്തിലെ അനുഭവങ്ങൾ നേടിയാവുള്ളൂ, പരലോകത്തിലും ഗതി കിട്ടുള്ളൂ, ആ ജീവന് കൈവല്യപ്രാപ്തിയും അനുഭവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാവണേ. അപ്പൊ ഇഹത്തിലും പരത്തിലും ഗതി, ഇഹത്തില് ഗതി, പരത്തിലും ക്ഷേമം ഉണ്ടാവണം, പിന്നെ അവസാനം ജീവന്റെ ലക്ഷ്യമായിട്ടുള്ള ആ കൈവല്യവും ഉണ്ടാവണം എന്നുള്ള ഭാഗത്തിലാണ്. പിന്നെ പറഞ്ഞു, വ്രജജനാപ്തിഹൻ വീര യോഷിതാം നിജജനസ്മയധ്വംസനസ്മിത ഭജസഖേ ഭവൽ കിങ്കരിസ്മനോ ജലരുഹാനനം ചാരുദരിശയാ. പറയണം ഭഗവാന് കേവലം ഒരു പുഞ്ചിരി കൊണ്ട് തന്നെ തന്റെ ഭക്തന്മാരുടെ ഗർവിനെ അകറ്റുന്ന ആളാണ് ആ ഭഗവാൻ. ഗോകുലത്തിലെ ജനങ്ങളുടെ സന്താപത്തെ മുഴുവൻ നശിപ്പിക്കുന്നവനാണ്. എല്ലാവർക്കും ആ വീര്യത്തെ കൊടുത്ത് അനുഗ്രഹിക്കുന്നവനാണ്. അവിടുത്തെ ദാസിമാരായിട്ട് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണേ ഭഗവാനെ. ആ വികസിച്ച താമരപ്പൂ പോലെ സുന്ദരമായിട്ടുള്ള അവിടുത്തെ തിരുമുഖത്ത് ഒന്ന് കാണിച്ചു തരിക. അവിടുത്തെ തിരുമുഖ ദർശനം ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിട്ട് എന്താ കാര്യം? ഭഗവാന്റെ ആ തിരുമുഖ ദർശനം ഒന്ന് കിട്ടിയ ഒരു പുഞ്ചിരി കൊണ്ട് ജീവന്റെ എല്ലാ അഹങ്കാരങ്ങളും, അതല്ലേ സത്യം ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ നമ്മള് നേരത്തെ ഞാൻ അനുസ്മരിച്ചതാണത്. ഗുരുവായൂര് ആ അനവധി നേരം വീടൊക്കെ നിന്ന് ആ ശ്രീകോവിലിന്റെ മുമ്പിൽ എത്തിയാൽ ഒരു നിമിഷത്തെ ദർശനേ കിട്ടുള്ളൂ. പക്ഷെ എന്തൊക്കെയോ നമുക്ക് പറയണമെന്നുണ്ടാവും. ഭഗവാന്റെ ആ ഒരു ദർശനത്തോടു കൂടെ നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുക. അപ്പോ ഇവിടെ പറയണം ഭഗവാനെ, ഗോകുലവാസികളായിട്ടുള്ള ഞങ്ങളുടെ ദുഃഖം നിശേഷം തീർത്തനുഗ്രഹിക്കുന്ന ആളാണ് ഭഗവാൻ. തന്റെ ഭക്തന്മാർക്ക് വല്ലപ്പോഴും ചെറിയ തോതിലുള്ള ഒരു അഹങ്കാരം വികസിക്കുകയാണെങ്കിൽ അതിനെ വെറും ഒരു പുഞ്ചിരി കൊണ്ട് തന്നെ നശിപ്പിക്കുന്ന ആളാണ് അവിടുന്ന്. ഞങ്ങൾക്ക് ലേശം ഒരു അഹങ്കാരം ഉണ്ടായി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അതിനെ നശിപ്പിക്കാൻ ഇങ്ങനെ മറഞ്ഞു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ടോ? ഞങ്ങളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ മതിയല്ലോ. ഞങ്ങളുടെ എല്ലാ അഹങ്കാരവും ആ പുഞ്ചിരിയിലെ നിശേഷം നശിക്കും. ഞങ്ങളൊക്കെ അവിടുത്തെ ദാസിമാരല്ലേ ഭഗവാനെ. നീല താമര പോലെ അതിസുന്ദരമായിട്ടുള്ള ആ മുഖം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്ന ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം എന്നാണ് അവര് പറയുന്നത്. ഇപ്പോ ഇനി അതിന്റെ താല്പര്യം എന്താ? ഈ ഇന്ദ്രിയാദി കരണങ്ങളുടെ ആ ജാഠ്യത്തെയും അപ്രീതിയെയും അകറ്റി ആ സന്ദർപ്പണം ചെയ്യുന്നവനും ജീവന്മാർക്ക് വീര്യത്തെ പ്രദാനം ചെയ്യുന്നവനും മായാജ്ഞാനം കൊണ്ട് ജീവന്മാരുടെ അഹങ്കാരം അടക്കി അദ്വൈത ഭാവത്തെ ഉദ്ബോധിപ്പിക്കുന്നവനുമായിട്ടുള്ള അല്ലയോ ഭഗവാനെ നാരായണ. കേവലം അവിടുത്തെ ആശ്രയം കൊണ്ട് ഉയരേണ്ടവരായിട്ടുള്ള ഈ ജീവന്മാരെ ഉദ്ധരിക്കണം. അപ്പൊ ഭഗവത് ആശ്രയം കൊണ്ട് ജീവന്മാർക്ക് അതായത് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. അങ്ങാകുന്ന ആത്മസ്വരൂപത്തെ ദർശിക്കലാണ് ജീവന്റെ ലക്ഷ്യം. അതിനുള്ള വഴിയൊരുക്കി തരണേ ഭഗവാനെ. അവിടുത്തെ കാരുണ്യവും അനുഗ്രഹവും കിട്ടാതിരിക്കുന്ന അത്രത്തോളം കാലം നിസ്സാരനായിട്ട് ജീവന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാവണേ എന്നാണ് എന്റെ താല്പര്യം. പിന്നെ പറയണ പ്രണതദേഹിനാം പാപകർശനം തൃണജരാനുഗം ശ്രീനികേതനം ഫണിഫണാർപ്പിതം ദേവതാംബുജം ഗൃണകുജേഷു നൃത്യം. എന്താ ഭഗവാന്റെ സ്വഭാവം? ആശ്രയിക്കുന്നവരുടെ പാപത്തെ നശിപ്പിക്കുന്നതും പശുക്കളുടെ പിന്നാലെ നടക്കാറുള്ളതും ലക്ഷ്മി ദേവിയുടെ ആവാസസ്ഥാനവും കാളിയന്റെ പണങ്ങളിൽ നൃത്തം ചവിട്ടിയതുമായ അവിടുത്തെ തൃപ്പാദം ഞങ്ങളുടെ ഹൃദയസ്ഥാനത്ത് ഒന്ന് വെക്കണം. അപ്പോഴോ ദുർവികാരങ്ങളെ കൊണ്ട് അശുദ്ധമായിട്ടുള്ള ഞങ്ങളുടെ ഹൃദയത്തെ അവിടത്തെ ആ പാദവിന്യാസം കൊണ്ട് സംശുദ്ധമാക്കി തീർക്കണം. ഭഗവാന്റെ പാദങ്ങളുടെ പ്രത്യേകതയെ കാണിച്ചു തരികയാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഭഗവത് പാദഭക്തി നമസ്കരിക്കുന്നത് ഭഗവാന്റെ പാദത്തെയാണ്. അല്ലേ? നമ്മളെല്ലാവരെയും നമസ്കരിക്കുമ്പോൾ പാദത്തെ എന്താ പാദത്തിന്റെ നമസ്കരിക്കുന്ന ജീവന്മാരുടെ പാപത്തെ നശിപ്പിക്കുന്നതും പശുക്കളുടെ പിന്നാലെ നടക്കുന്നത് സൗന്ദര്യത്തിന്റെ ഇരിപ്പിടം ആ പാദാരവിന്ദങ്ങൾ ഹൃദയത്തിൽ ഒന്ന് ധ്യാനിച്ചാൽ യോഗിശ്രേഷ്ഠന്മാർക്ക് പോലും അതിനെ ഉറപ്പിക്കാൻ കഴിയില്ല. അതാണ് കാളിയന്റെ പണങ്ങളിൽ വെച്ച് നൃത്തം വെച്ചതാണ്. ആ പാദപല്ലവങ്ങളെ ഹൃദയത്തിൽ വെച്ച് ഞങ്ങളുടെ മനോമാലിന്യങ്ങളെ തീർത്തനുഗ്രഹിക്കണേ. ഈ ചെറിയ തോതിലുള്ള മനോമാലിന്യം ഉണ്ടായപ്പോഴാണ് അവിടുന്ന് നഷ്ടപ്പെട്ടത്. അപ്പൊ അതില്ലാണ്ടാക്കി തീർക്കണം എന്നാണ് അവര് പറയുന്നത്. ഇനിയിപ്പോ അതിന്റെ താല്പര്യം എന്താ? ഭഗവത് ആശ്രയം കൊണ്ട് മാത്രമേ ജീവന്റെ പാപം നശിക്കുള്ളൂ. ഈ കരണങ്ങളെയൊക്കെ നയിക്കുന്നതാരാ? ഈശ്വരൻ.
അവയെ കൊണ്ട് ആ കരണങ്ങളെ കൊണ്ട് നല്ലത് ചെയ്യാനും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ഇവരുടെ ഇപ്പൊ എന്താ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്? അപ്പൊ നമ്മുടെ ഈ കരണങ്ങളെ കൊണ്ട്, ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ട് നല്ലത് ചെയ്യാറായിട്ട് തീരണം. ഭദ്രം കർമ്മേഭി ശൃണുയാമദേവാഹ എന്നാണ് ആ ഉപനിഷത്ത് മന്ത്രം പറയുക. അപ്പൊ ആ നല്ലത് ചെയ്യാറായിട്ട് തീരുക. അഹങ്കാരമാണ് എല്ലാ ദുരിതങ്ങൾക്കും കാരണം. ഹൃദയമാണ് അഹങ്കാരത്തിന്റെ ആവാസ കേന്ദ്രം. അപ്പൊ ഭഗവത് പാദങ്ങള് എപ്പോ ഹൃദയത്തിൽ പതിയുന്നുവോ അപ്പോഴേ അഹങ്കാരം അകലൂ. അവിടുത്തെ തൃപ്പാദങ്ങള് ഞങ്ങളുടെ ഹൃദയാന്തർഭാഗത്ത് വെച്ച് ഉള്ളിലുള്ള ആ അഹങ്കാരത്തെ, അശുദ്ധിയെ ഇല്ലാണ്ടാക്കി അകറ്റിത്തരണേ എന്നാണ്. പിന്നെ പറയുകയാണ്, മധുരയാ ഗിരാവൽഗുവാക്യയാ ഭുതമനോജ്ഞയാ പുഷ്കരക്ഷണ വിധികരീരിമാ വീരമുഖ്യ ധീര അതരസീതുനാപ്യായസ്വന. ആ താമരതളം പോലെ മനോഹരങ്ങളും വിശാലങ്ങളുമായിട്ടുള്ള കണ്ണുകളോട് കൂടിയല്ലയോ ഭഗവാനെ മധുരമയമായിട്ടുള്ള ആ അങ്ങയുടെ ആ ഓരോ അതായത് ആ മധുര സംഭാഷണങ്ങള്, വക്രോക്തി സ്വരൂപങ്ങള് ആയിട്ടുള്ള ആ മധുര സംഭാഷണങ്ങള് അത് വിദ്വാൻമാർക്ക് പോലും രസിക്കത്തക്കവയാണ്. അങ്ങനെയുള്ള വാക്കുകളെ കൊണ്ട് പാവങ്ങളായിട്ട് ഞങ്ങളെ അവിടെ നിന്ന് മോഹിപ്പിച്ചു. അങ്ങയെ കാണാത്ത വിരഹതാപം കൊണ്ട് തപ്പതകളായിട്ട് വിവശകളായിട്ട് ആ ഇരിക്കുന്ന ഞങ്ങളെ അവിടത്തെ ആ അതരസീധു കൊണ്ട് കുളിർപ്പിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് എന്നാണ്. കാരണം ഭഗവാന്റെ ഓരോ വാക്കുകളും അല്ലെ, ചന്ദാമരാക്ഷനായിട്ടുള്ള ഭഗവാനെ അങ്ങയുടെ ഓരോ വാക്കുകളും മാധുര്യമൂറുന്നവയാണ്, അതിമനോഹര രീതിയിലുള്ളതാണ്. പക്ഷെ അതിന്റെ താല്പര്യം ആർക്കറിയുള്ളൂ? വിദ്വാൻമാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അങ്ങയുടെ ഉപദേശങ്ങളുടെ അർത്ഥം അറിയാതെ കുഴങ്ങുന്ന ദാസിമാരായിട്ടുള്ള ആളുകളാണ് ഞങ്ങള്. അതുകൊണ്ട് ആ ഈശ്വരാനുഭൂതി നൽകി ഞങ്ങളെ ആ ഉജ്ജീവിപ്പിക്കണേ എന്നാണ്. അതായത് അതരാമൃതം സേവിക്കണം എന്നാ പറയുന്നത്. അതരാമൃതം എന്ന് വെച്ചാൽ കീഴ്ചുണ്ടിലൂടെ ഒഴുകണ വെള്ളം എന്നൊരു അർത്ഥമൊക്കെ ഉണ്ട്, അത് പുറമേയുള്ള അർത്ഥം. പക്ഷെ ഭഗവാന്റെ കീഴ്ചുണ്ടിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ചുണ്ടത്തോടു കൂടി ഇരിക്കുന്ന സാധനം എന്താ? ഓടക്കുഴല്. ആ ഓടക്കുഴലിൽ നിന്ന് വരുന്ന ആ ഭാവം എന്താണ്? ജ്ഞാനം. അപ്പോ ഭഗവാനിൽ മാത്രമുള്ള ആ ജ്ഞാനാമൃതത്തെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ആ ജ്ഞാനികളാക്കി തീർക്കണേ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ്. അപ്പോ ജ്ഞാനികൾക്ക് രസിക്കാവുന്നതും പരോക്ഷ സ്വരൂപങ്ങളുമായിട്ടുള്ള വേദവാക്യങ്ങളെ കൊണ്ട് ഞങ്ങൾ വെറുതെ മോഹിച്ചിരിക്കുകയാണ്. ആ വേദവാക്യങ്ങൾ നമ്മളെ മോഹിപ്പിക്കുക. എന്താ അത്? ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ഫലം കിട്ടും, ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ഫലം കിട്ടും എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഫലത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക. വാസ്തവത്തിൽ വേദത്തിന്റെ താല്പര്യം പ്രവൃത്തിയല്ല, നിവൃത്തിയാണ്. പക്ഷെ അതിന് നമ്മൾ പെടുക, നിവൃത്തിയിലെത്തുന്നില്ല, പ്രവൃത്തി തന്നെ കിടന്ന കർമ്മയാണ്. അതിലൊന്നും അവിടുത്തെ അനുഭൂതി ഇല്ല. കാരണം ഏത് പ്രവൃത്തി ചെയ്താലും അതിൽ നിന്ന് പൂർണ്ണമായിട്ട് സംതൃപ്തി കിട്ടണില്ല. ആ പൂർണ്ണമായിട്ടുള്ള സംതൃപ്തി ഭഗവാനിലേ ഉള്ളൂ. ആ അനുഭൂതി തന്ന് ഞങ്ങളെ തണുപ്പിക്കൂ എന്നാണ് അവര് പറഞ്ഞതിന്റെ അർത്ഥം. തവകഥാമൃതം തപ്പുരജീവനം കവിവിനീതിതം കൽമഷാപകം ശ്രവണമംഗളം ശ്രീമദാതം ഭുവി ഗണന്തിതേ ഭൂതിദാജന. ഈ സംസാര താപം കൊണ്ട് തപിക്കുന്ന ജീവന്മാർക്ക് എന്താ നല്ലൊരു ആശ്വാസമാണ്. അതുപോലെ വിദ്വാൻമാരാൽ പിന്നെയും പിന്നെയും വാഴ്ത്തപ്പെട്ടതും എല്ലാ ദുരിതങ്ങളെയും നശിപ്പിക്കുന്നതും കേൾക്കും തോറും ജപിക്കാൻ ആനന്ദത്തെ പകരുന്നതുമാണ് ഭഗവാന്റെ ചരിതങ്ങള്. അപ്പൊ ഭഗവാന്റെ ചരിതങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സംസാര ദുഃഖം ഉണ്ടാവില്ല. അതുപോലെ തന്നെ വിദ്വാൻമാര് വാഴ്ത്തുന്നതാണ് ഭഗവാന്റെ ചരിതങ്ങള്. എല്ലാ ദുരിതങ്ങളെയും നശിപ്പിക്കുന്നതാണ്. കേൾക്കും തോറും ജപിക്ക് ആ ആനന്ദത്തെ കൊടുക്കുന്നതാണ്. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം? അത് പാടാനും അത് കേൾക്കാനും ഒരു സുഹൃതം വേണ്ടേ? അതില്ലെങ്കിൽ പിന്നെ അവിടുത്തെ ചരിത്രത്തിന് എത്രയൊക്കെ യോഗ്യതയുണ്ടെങ്കിലും എന്താ കാര്യം? അതുകൊണ്ട് ഭഗവാനെ ആ പാവന ചരിത്രങ്ങള് പാടിക്കൊണ്ടിരിക്കാനുള്ള ഭാഗ്യമെങ്കിലും തരണം. അങ്ങനെ ഭഗവാന്റെ പാവന ചരിത്രങ്ങൾ പാടുന്ന സുഹൃതികളാണ് ശരിക്ക് ഭാഗ്യം ചെയ്ത ആളുകള് എന്നാണ്. അവിടുത്തെ ഓരോ കഥകളും അമൃതിനേക്കാൾ മാധുര്യമേറിയതാണ്. സംസാര താപം കൊണ്ട് നേറുന്നവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. ജ്ഞാനികൾ കീർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ആ പാപങ്ങളെ നിശേഷം നശിപ്പിക്കുന്നതാണ്. കേൾക്കുന്നവർക്ക് എല്ലാവിധത്തിലുള്ള മംഗളങ്ങളെയും ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പൊ അവര് അതെപ്പോഴും കീർത്തിക്കാൻ കഴിയുന്നവര് ശരിക്കും പൂർവജന്മത്തിൽ സുഹൃതികൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോ അതാണ് അതിലെ അതിന്റെ താല്പര്യം എന്താ? വിദ്വാൻമാരായിട്ടുള്ള മഹാത്മാക്കള് വാഴ്ത്തിയതായിട്ടുള്ള അങ്ങയുടെ ആ മഹിമയുടെ ശ്രവണം അത് എല്ലാ പാപങ്ങളെയും നശിപ്പിക്കും. പക്ഷെ അത് കേൾക്കണമെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മഹാത്മാവായിട്ടുള്ള ആചാര്യനിൽ നിന്ന് ഈശ്വര തത്വം വേണ്ടതുപോലെ ശ്രമിച്ചാലേ
അങ്ങനെ ഒരു ആചാര്യനെ കിട്ടുക തന്നെ പ്രയാസമാണ് അല്ലേ? അത് വേണ്ട പോലെ ആചാര്യനിൽ നിന്ന് ശ്രമിച്ചാൽ തന്നെ ഭാഗ്യമായി. പിന്നെ മനന നിത്യാസങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ആ ശ്രവണം കൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ഉണ്ടാവും. പക്ഷേ ആ ശ്രവണം സാധിക്കാനും ഭാഗ്യം വേണ്ടേ? ആ ശ്രവണം ഉള്ള ഭാഗ്യെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടാവണേ. അങ്ങയെ കാണാനോ അനുഭവിക്കാനോ അർഹതയില്ലെങ്കിൽ പോട്ടെ, വേണ്ട, അങ്ങയുടെ മാഹാത്മ്യം കേൾക്കാനെങ്കിലും സാധിക്കണേ. പ്രഹസിതം പ്രിയ പ്രേമവീക്ഷണം വിഹരണം ജതേ ധ്യാനമംഗളം രഹസ്യ സംവിധോയാ ഹൃദയ സ്പൃശകുഹനോ മനക്ഷോഭയന്തി. ഭഗവാനെ, അവിടുത്തെ മനോഹരമായിട്ടുള്ള പുഞ്ചിരി പ്രേമകടാക്ഷങ്ങള് അതൊന്നും ഓർമ്മയിൽ നിന്ന് വിട്ടുപോകണില്ല. ആ സുന്ദരങ്ങളായിട്ടുള്ള കളികള്, മറ്റാരും കേൾക്കാത്ത നിലയിലുള്ള രഹസ്യ സംഭാഷണങ്ങള്, ഭഗവാനെ അതൊക്കെ ഓർക്കും തോറും ഞങ്ങളുടെ മനസ്സ് വല്ലാണ്ട് ആ തരളിതമായിട്ട് പോവുകയാണ് എന്നാണ്. അതായത് അങ്ങയുടെ സ്നേഹം നിറഞ്ഞ പുഞ്ചിരി, കാരുണ്യ കടാക്ഷം, ധ്യാനിക്കുന്നവർക്ക് മംഗളുണ്ടാക്കി തീർക്കുന്ന ആ ലീലകള്, ഹൃദയത്തിൽ പതിയത്തക്ക വിധത്തില് ഏകാന്തത്തിൽ വെച്ച് അങ്ങ് അരുളി ചെയ്ത ഓരോരോ വാക്കുകള്, ഇവയെ പറ്റിയൊക്കെ സ്മരിക്കുമ്പോ ഞങ്ങളുടെ മനസ്സ് ഭക്തിഭാവം കൊണ്ട് ആവിലമായിട്ട് തീരുന്നല്ലോ എന്നാണ്. അതിന് ആ ഭഗവാന്റെ ആ ലീലകളുടെയൊക്കെ താല്പര്യം ഭക്തി ഉണ്ടാക്കുക. സർവ ജീവരാശികളെയും മോഹിപ്പിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള മായാവിലാസവും ആർത്തന്മാരില് ഉള്ള അപാരമായിട്ടുള്ള കാരുണ്യ വായ്പും ജീവരാശികളെ ജപധ്യാനങ്ങളിലൂടെ ഉദ്ധരിക്കാൻ പറ്റുന്ന ദിവ്യങ്ങളായിട്ടുള്ള അവതാര സ്വരൂപങ്ങളും അവതാര ലീലകളും ഏറ്റവും സൂക്ഷ്മങ്ങളാണെങ്കിലും അറിയുമ്പോ അത്യന്തം ശരിക്കും ഹൃദയത്തിന് ആ എല്ലാവിധ പ്രചോദനങ്ങളും ആ ആർജവും അതുപോലെ തന്നെ അവിടുത്തെ അനന്തങ്ങളായിട്ട് മഹിമകളില് ചിലതെങ്കിലും അറിയാനിടയായാൽ എന്താ ഭഗവാനെ, ആരുടെ മനസ്സാണ് ശരിക്ക് അങ്ങിൽ ലയിക്കാതിരിക്കുക എന്ന് ചോദിക്കുകയാണ്. പിന്നെ പറയുന്നു, ചലസിയൽ പ്രജാചാരയൻ പശു നളിന സുന്ദരം നാഥദേവതം ചിതൃണാങ്കുലേ സീതതീതിന കലിലതാമന കാന്തഗതി. അറിയണം ഭഗവാനെ, അവിടുന്ന് ആ എല്ലാ ദിവസവും പ്രഭാതത്തില് പ്രജത്തിൽ നിന്ന് പശുക്കളെയും തെളിച്ച് കാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ താമരപ്പൂ പോലുള്ള മൃദുലങ്ങളായിട്ട് തൃക്കാലടികളില് കാട്ടിലുള്ള കല്ലോ മുള്ളോ മറ്റ് തട്ടി വേദനിക്കില്ലേ എന്ന് ഓർത്ത് ഞങ്ങളുടെ മനസ്സ് വല്ലാണ്ട് ദുഃഖിക്കുകയാണ് എന്നാണ്. അപ്പൊ അവർക്ക് അവരുടെ സങ്കടമൊന്നും അല്ല. രാവിലെ വൃന്ദാവനത്തിലേക്ക് പശുക്കളെ മേയ്ക്കാൻ പോയാൽ വൈകുന്നേരം മടങ്ങി വരുന്നത് വരെ ഞങ്ങളുടെ മനസ്സിൽ ആദിയാണ്. വൃന്ദാവനത്തിലെ വല്ല കല്ലോ മുള്ളോ പുല്ലോ തട്ടിയിട്ട് ചെന്താമര ഇതളിനേക്കാളും മൃദുലമായിട്ടുള്ള ആ പാദപല്ലവങ്ങള് വേദനിക്കാലോ എന്ന് പേടിക്കുക. അതാണ് ഞങ്ങളുടെ ദുഃഖം എന്നാണ്. അതാണ് സ്ത്രീകളുടെ ഭാവം. അവിടെ എന്താ ഇതിന്റെ താല്പര്യം? നിർഗുണ സ്വരൂപിയായിട്ടുള്ള ഹേ പരമേശ്വര, അവിടുത്തെ പരമാവസ്ഥയിൽ നിന്ന് ഇറങ്ങി ബുദ്ധീന്ദ്രിയങ്ങളാകുന്ന കരണങ്ങളുടെ പിന്നില് ഈ പ്രപഞ്ച കാട്ടിലേക്ക് ഇറങ്ങുമ്പോ അവിടുത്തെ സുശക്തങ്ങളായിട്ടുള്ള ദ്വന്ദ്വങ്ങളാകുന്ന കല്ലും മുള്ളും അദ്വൈത സ്വരൂപനായിട്ടുള്ള അങ്ങയെ പോലും ശരിക്ക് ബാധിച്ചേക്കുമോ എന്നുകൂടി ഞങ്ങൾ ഭയപ്പെടുന്നു. കാരണം അത്രമാത്രം ഭയങ്കരങ്ങളാണ് പ്രപഞ്ചത്തിലെ ദ്വന്ദ്വാനുഭവങ്ങള്, ഞാനെന്നും എന്റേതെന്നുള്ള ചിന്ത. അതുകൊണ്ട് കൂടിയിട്ട് നമുക്ക് ആ ഈശ്വരനെ നമ്മൾ പൂർണ്ണമായിട്ട് മറയ്ക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ്. മായയുടെ രണ്ട് വികാരങ്ങളാ അല്ലെ? മായയെ പറ്റി പറയുമ്പോഴും വിക്ഷേപം, ആവരണം എന്ന് പറയുന്നതാണ്. തന്നെയാ ഈ ദ്വന്ദ്വങ്ങൾ എന്നാണ്. അപ്പൊ ഈ സുഖം ദുഃഖം ഈ ഭാവങ്ങൾ എവിടെയും കാണുന്നതാണ്. അപ്പൊ ഇതിനെ ഇല്ലാണ്ടാക്കണം എന്നാണ്. അത് കഴിഞ്ഞ് പറയുന്നു, ദിനപരീക്ഷയെ നീലകുന്തളേർവനരുഹാനനം വിപ്രതാവൃതങ്കനരസ്വലം ദർശയൻ മുഹം മനസ്സിന സ്മരം വീരയച്ചസി. അപ്പോ തിരിച്ച് ഭഗവാൻ ഗോകുലത്തിലേക്ക് വരുമ്പോഴേ ആ സന്ധ്യാസമയത്ത് ശരീരത്തിൽ വേർപ്പൊക്കെ പൊടിഞ്ഞ് ഗോപിക്കുറി മാഞ്ഞ് പൊടിപറ്റിയ നെറ്റിത്തടത്തില് ചിന്നിച്ചെതറിയിട്ടുള്ള കുളിർനിരകള്, അപ്പോഴോ ഉടർന്ന താമരപ്പൂ പോലെ സുന്ദരവും ആകർഷവുമായിട്ട് തിരുമുഖത്തെ അല്പം മറച്ചുകൊണ്ടുള്ള അവിടുത്തെ വരവ് കാണുമ്പോ ഞങ്ങളുടെ മനസ്സ് വല്ലാണ്ട് ആ തരളിതമായിട്ട് തീരുകയാണ്. അതില് ഭഗവാന്റെ ആ രൂപം ഇങ്ങനെ കണ്ടാൽ മതി. അതായത് വൈകുന്നേരം വൃന്ദാവനത്തിൽ നിന്നുള്ള അവിടുത്തെ ആ തിരിച്ചു വരവ്, അത് ശരിക്കും മനസ്സിനെ വല്ലാണ്ട് മോഹിപ്പിക്കുന്നത്. അവിടുത്തെ ആ രൂപം, ആ നീല കുറുനിരകൾ പാറിപ്പറക്കുന്നതും വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞതും നീല താമരപ്പൂവിന് തുല്യം സുന്ദരവുമായ ആ തിരുമുഖം കാണുമ്പോ ഞങ്ങളുടെ മനസ്സ് ആ അങ്ങയുടെ സ്മരണ കൊണ്ട് ആവിലമായിട്ട് തീരുകയാണ് ഭഗവാനെ. എന്താ ഇതിന്റെ താല്പര്യം എന്നാണെങ്കിൽ ഈ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നാണ്. ഈ അവസ്ഥകളിൽ നിന്നും ശരീരാദി ഉപാധികളിൽ നിന്നും പിൻവാങ്ങി അന്തർമുഖ സ്വരൂപാവസ്ഥയിലേക്കുള്ള അവിടുത്തെ മടക്കം ഓർമ്മിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് അനുഭൂതിയിൽ ആവിഷ്ടമായിട്ട് തീരുകയാണ്. കാരണം ആ അവസ്ഥ പ്രയങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ആ തുരീയ ഭാവത്തിലേക്ക് നമ്മൾ എത്തുക. അവിടെ എത്തിക്കഴിഞ്ഞാലോ ആ സമയത്ത് ഈ അവസ്ഥകൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊന്നും അല്ല അവിടെ
അതിന്റെയൊക്കെ ആ എത്രയോ മടങ്ങുള്ള ആത്മാനന്ദം അതിനെ ഓർക്കുമ്പോ തന്നെ ഞങ്ങളെ അനുഭൂതിയിലെത്തുന്നു എന്നാണ് പറയുന്നത്. പ്രണതകാമതം പത്മജാർച്ചിതം ധരണി മണ്ഡലം ധ്യേയമാപതി ചരണപങ്കജം ചന്തമം ജതേ രമണനസ്ത്വനെ സർപ്പയാധികൻ. ആശ്രയിക്കുന്ന ആളുകൾക്ക് എല്ലാ അഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്നതും സമ്പദ്ദേവതയായിട്ട് ലക്ഷ്മി ദേവിയാൽ പോലും ആരാധിക്കപ്പെട്ടതും ഭൂമിക്ക് അലങ്കാരവും ആപത്തില അഭയകേന്ദ്രവും അത്യന്തം മംഗളകരവുമായിട്ടുള്ള അവിടുത്തെ തൃപ്പാദം ഞങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് ഞങ്ങളുടെ വർദ്ധിച്ച ആദിയെ അകറ്റിത്തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവര്. കാരണം ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളുടെ പ്രത്യേകത അതാ, ശരണം പ്രാപിക്കുന്നവരുടെ സർവ്വ അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കും. ബ്രഹ്മാവും ലക്ഷ്മി ഭഗവതിയും പൂജിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ ഭൂമിക്ക് അലങ്കാരമായിട്ട് തീർന്നതാണ്. ആപത്തിലോ ധ്യാനിക്കേണ്ടത് ഭഗവത് പാതാരവിന്ദങ്ങളെയാണ്. ആ എല്ലാവിധ മംഗളത്തെയും കൊടുക്കുന്നതാണ് ആ പാദപല്ലവങ്ങള്. അത് ഞങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് ഞങ്ങളുടെ ദുഃഖത്തെ തീർത്തു തരണേ എന്നാണ് അവര് പ്രാർത്ഥിക്കുന്നത്. അതായത് ഓരോ ജീവനും പ്രപഞ്ചത്തിൽ വരുമ്പോ സംസാരത്തില് മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങള് ഉണ്ടെന്നാണ് പറയുക. അപ്പൊ ആദിസ്വരൂപമായിട്ട് സംസാര താപത്തെ നശിപ്പിക്കാൻ ഈശ്വരൻ തന്നെ വേണം. അപ്പോ നമുക്ക് ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം, ഇതാണ് താപത്രയങ്ങള്. ഈ താപത്രയങ്ങളുടെ പിടിയിലാണ് ജീവൻ. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈശ്വരാനുഗ്രഹം കൊണ്ടേ പറ്റുള്ളൂ. അവിടുത്തെ തുരീയ പാദം എപ്പോൾ ഒരാളിൽ പ്രകാശിക്കുന്നുവോ അപ്പോഴേ ഈ മൂന്ന് അവസ്ഥകൾക്കും അതീതമായി തീരാൻ പറ്റുള്ളൂ. അപ്പോഴേ സമാധാനം കിട്ടുള്ളൂ. അവിടുത്തെ തുരീയ പാദമോ ആശ്രയിക്കുന്നവർക്കൊക്കെ അഭീഷ്ടപ്രദവും മായാതീതവും ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഭവങ്ങളുണ്ടോ അവയെക്കാളൊക്കെ എത്രയോ മഹിമയേറിയതാണ്. ജനനമരണ സ്വരൂപമായിട്ടുള്ള ഈ അജ്ഞാന ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗവും ദുഃഖത്തിന്റെ സ്പർശം പോലും ഇല്ലാത്തതാണ് ആ തുരീയാവസ്ഥ. അപ്രകാരമുള്ള അവിടുത്തെ തൃപ്പാദം ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച് ഞങ്ങളെ സംസാര ദുഃഖത്തിൽ നിന്ന് ഉദ്ധരിക്കണേ. സുരതവർദ്ധനം ശോകനാശനം സുരിത വേണുന സുട്ടുചുംബിതം ഇതരരാഗ വിസ്മാരണം നൃടാം വിതര വീരനസ്തേധരാമൃതം. സുഖത്തെ വർദ്ധിപ്പിക്കുന്നതും ദുഃഖത്തെ നശിപ്പിക്കുന്നതും അതുപോലെ തന്നെ എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഓടക്കുഴലിനാൽ എപ്പോഴും ചുംബിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അഷ്ടരാഗങ്ങളെ മറപ്പിക്കുന്നതുമായിട്ടുള്ള അവിടുത്തെ അധരാമൃത അനുഭൂതി കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നാണ്. അതില് ഇപ്പോ ആ പരമാനന്ദത്തെ നൽകുന്നതാണ്, ദുഃഖത്തെ മുഴുവൻ നശിപ്പിക്കുന്നതാണ്, ഓടക്കുഴലിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതും മറ്റ് സകലവിധ ആഗ്രഹങ്ങളെയും വിസ്മരിപ്പിക്കുന്നതുമായിട്ടുള്ള ആ നാഥാമൃതം. ആ നാദാമൃതം കൊണ്ട് ഞങ്ങളെ കുളിർപ്പിക്കണേ എന്നാണ്. അപ്പൊ ഭഗവാന്റെ അപരാമൃതം ആസ്വദിച്ചാൽ, ആ ജ്ഞാനാമൃതം ആസ്വദിച്ചാൽ, ആ ബ്രഹ്മാനന്ദാനുഭൂതി അനുഭവിച്ചാൽ പിന്നെ മറ്റ് ലൗകിക സുഖങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. അതിന്റെ പിന്നാലെയൊന്നും പിന്നെ പോവില്ല. നല്ല അമൃതം അവിടെ കിടക്കുമ്പോ തുച്ഛമായിട്ടുള്ള പാനീയങ്ങളുടെ പിന്നാലെ നമ്മൾ പോവോ? ഇല്ല. അപ്പൊ ആ ഒരു നിലയില് ഞങ്ങൾ അവിടുത്തെ അധരാമൃതം സേവിപ്പിച്ച് മറ്റു രാഗം, അതായത് ആ ജ്ഞാനാമൃതത്തെ സേവിപ്പിച്ചിട്ട് ലോകത്തിലെ നശിക്കുന്ന പദാർത്ഥങ്ങളുടെ പിന്നിലുള്ള ഈ ഓട്ടത്തെ ഒന്ന് അവസാനിപ്പിച്ചു തരണേ എന്നാണ് അവര് പറയുന്നതിന്റെ താല്പര്യം എന്നാണ് അവര് പറയണത് എന്നാണ്. അപ്പൊ ഇവിടെ ആ ബ്രഹ്മാനന്ദത്തെ വർദ്ധിപ്പിക്കുന്നതാണ്, സംസാരതാപത്തെ നശിപ്പിക്കുന്നതാണ്, എപ്പോഴും ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശരീരമാകുന്ന ഓടക്കുഴലിനാൽ വേണ്ട പോലെ അനുഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അറിയുന്നതോടുകൂടി മറ്റെല്ലാ രാഗദ്വേഷങ്ങളും അസ്തമിക്കുന്നതാണ്. അമൃതത്തെ പോലും അധികരിക്കുന്നതായിട്ട് അവിടുത്തെ നാദാനുഭൂതി കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ. അതാണ് എന്റെ താല്പര്യം എന്നാണ്. അടതിയത് ഭവാൻ അന്യഗാനനം തുടിയുകായതേ ത്വാമപശ്യതാം കുടിലകുന്തളം ശ്രീമുഖം ജതേ ജഡകുദീക്ഷതാം പത്മഹൃദൃശാം. ഭഗവാനെ, അങ്ങ് ഞങ്ങളെ വിട്ട് പകൽ സമയത്ത് കാട്ടിൽ സഞ്ചരിക്കുമ്പോ ഒരു നിമിഷം കാണാത്ത ഓരോ നിമിഷങ്ങളും ഞങ്ങൾക്ക് ഓർക്കാൻ കഴിയാത്ത ഒരു യുഗം പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. മനോഹരമായിട്ട് അവിടുത്തെ തിരുമുഖം കാണുമ്പോഴോ കൺപോളകൾക്ക് അതായത് നിമിഷോന്മേഷങ്ങൾ സൃഷ്ടിച്ച ബ്രഹ്മാവിനെ ഞങ്ങളൊരു ജഡനാണെന്നും പോലും പറഞ്ഞ് അയാളെ കുറ്റപ്പെടുത്താറുണ്ട് എന്നാണ്. കാരണം ഭഗവാനെ കാണാതിരിക്കുന്ന പകൽ സമയം മുഴുവൻ അവിടുന്ന് വൃന്ദാവനത്തിൽ പശുക്കളെ വെച്ച് നടക്കുകയാണല്ലോ. ആ സമയത്തൊക്കെ അങ്ങയെ കാണാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഓരോ നിമിഷവും ഓരോ യുഗം പോലെ തോന്നുന്നു എന്നാണ്. അരനൊടി 1000 ആണ്ട് പോലെ തോന്നുന്നാണ് പറഞ്ഞിരിക്കുന്നത് മഹാത്മാക്കള്. വൈകുന്നേരം വൃന്ദാവനത്തിൽ നിന്ന് മടങ്ങി വരുമ്പോഴോ ആ നീല കുറുനിരകളാല് ശോഭിക്കുന്ന ആ പശുക്കളിൽ നിന്ന് പാറിപ്പറക്കുന്ന ആ പൊടിപടലങ്ങളേറ്റ് പൊടി പിടിച്ചതുമായിട്ടുള്ള ആ മുഖാരവിദ്ധത്തെ ഞങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോ എന്തൊരു ഭംഗിയാ. ഞങ്ങളുടെ മനസ്സ് അങ്ങയിൽ തന്നെ ഉറക്കിയാണ്. ആ സമയത്താണ് പെട്ടെന്ന് ഞങ്ങളുടെ കൺപോളകൾ അടയും. അപ്പൊ കൺപോളകളെ സൃഷ്ടിച്ച ബ്രഹ്മദേവനെ ഞങ്ങൾ മനസ്സാ ശപിക്കാറുണ്ട്. ആ കൺപോളകൾ ഉള്ളത് കൊണ്ടല്ലേ ഇടയ്ക്കിടെ കണ്ണടഞ്ഞു പോണത്.
ആ നിമിഷ നേരം ഞങ്ങൾക്ക് കൃഷ്ണനെ കാണാൻ പറ്റുന്നില്ലല്ലോ. അതാണ് ഞങ്ങൾ ബ്രഹ്മദേവനോട് വിരോധം വരാനുള്ള കാരണം. അപ്പോ ഭഗവത് ചേർച്ച വിട്ട് സംസാരത്തിൽ വ്യാപരിക്കുമ്പോ ഒരു നിമിഷത്തെ അനവധി ജനന മരണങ്ങളുടെ മറിച്ചലോട് കൂടിയ യുഗമായിട്ട് അനുഭവിക്കുകയാണ്. ഒക്കെ ഭഗവാനെ വിട്ടു കഴിഞ്ഞാൽ ജീവന് ഈ സംസാര ദുഃഖാണ്. അനവധി അതായത് പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി, ജഠരേ ശയനം, ഇതാണ്. അപ്പൊ അതോ ശരിക്കും അതായത് ഒരിക്കലും മുറിവില്ല, അങ്ങനെ അനുസ്യൂതം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭഗവത് ചേർച്ച കൊണ്ട് ദിവ്യാനുഭൂതി അനുഭവിക്കുമ്പോഴോ അല്പമായിട്ടുള്ള ചലനം പോലും അസഹ്യമായിട്ട് തീരുക. അപ്പൊ പിന്നെ നമുക്ക് ആ സംസാര ഭാവം എന്നുള്ളത് നമുക്ക് വരില്ല. ആ പൂർണ്ണമായിട്ടുള്ള ആനന്ദം അനുഭവിക്കും, മറ്റത് അസഹ്യമായിട്ട് തോന്നുകയും ചെയ്യുന്നതാണ്. പതിസുതാന്വയാൽ ഭ്രാതൃഭാന്തവാനതി വിലംഘ്യതേന്ത്യ അച്യുതാഗതാഹ ഗതിവിധസ്തവോൾ ഗീതമോഹിതാഹ ഹിതവയോഷിത കസ്ത്യജേന്നിശി. ഭഗവാനെ ഭർത്താവ്, മക്കളെ, കുടുംബം, സഹോദരന്മാര് എന്നീ സ്വന്തം ആളുകളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അങ്ങേ സർവാത്മന ശരണം പ്രാപിച്ച അവിടുത്തെ ഉദ്ഗീതം കൊണ്ട് മോഹിച്ച സ്ത്രീകളായിട്ട് ഞങ്ങളെ ഈ വിജനമായിട്ടുള്ള രാത്രിയില് ഈ കാട്ടിൽ ആരും ഉപേക്ഷിക്കും പതിവില്ല. അന്ന് ഞങ്ങളെ ഉപേക്ഷിച്ചില്ലേ ഭഗവാനെ എന്ന് പറയുകയാണ് അല്ലെ. എല്ലാവരെയും ഉപേക്ഷിച്ച് സർവസംഗ പരിത്യാഗം ചെയ്ത സന്യാസിമാരെ പോലെ ബന്ധുക്കളെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടുത്തെ സമീപത്തേക്ക് ഓടി വന്നത് അല്ലേ. നെന്തിരുവടിയുടെ ആ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ സംസാരത്തിലേക്ക് മടങ്ങി വരിക എന്ന ഒരു ദുർഗതി ഞങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അത് ഞങ്ങൾക്കറിയാം. ഭഗവാനെ ആശ്രയിച്ച പിന്നെ അവർക്ക് സംസാര ദുഃഖം ഉണ്ടാവില്ല എന്ന്. അവിടുത്തെ വേണുഗാനം കേട്ട് മയങ്ങിയ കൂട്ടരാ ഞങ്ങള്. അങ്ങനെയുള്ള അബലകളും പാവങ്ങളുമായിട്ടുള്ള ഞങ്ങളെ ഈ അർദ്ധരാത്രിയില് ഈ കൊടുങ്കാട്ടിൽ ഉപേക്ഷിച്ച് പോകാൻ അങ്ങക്ക് എങ്ങനെയാ ഭഗവാനെ മനസ്സ് വന്നത്? അങ്ങയോട് ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, അങ്ങയെ സ്നേഹിക്കുന്നുണ്ട്, അതിന്റെ ഒരു തരി പോലും ഇങ്ങോട്ടില്ലാത്ത അവസ്ഥയാണല്ലോ തോന്നുന്നത് എന്നുള്ള ഭാവത്തിലാണ് ആ ഒരു അവരുടെ ഒരു പരാതി എന്നാണ്. അതില് ഇപ്പോ അവിടുത്തെ ഉദ്ഗീതം, അതായത് അന്തർനാഥം എന്നാണ്. അതുകൊണ്ട് മോഹിച്ച് അവിടുത്തെ ഗതി അറിഞ്ഞ് ഞങ്ങള് മറ്റെല്ലാം മറന്ന് അങ്ങയെ പ്രാപിക്കാൻ വെമ്പലോട് കൂടിയിട്ട് സർവസ്വം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ സന്യസിച്ച് സർവാത്മന ശരണം പ്രാപിച്ച് ഞങ്ങളെ അങ്ങ് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ഒരു ഗതി? അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് സർവസംഗ പരിത്യാഗികളായിട്ട് ഞങ്ങളെ അങ്ങ് ഉപേക്ഷിക്കരുത്. അതാണ് അതിന്റെ താല്പര്യം എന്നാണ്. രഹസ്യ സംവിധം ഹൃദയോദയം പ്രഹസിദാനനം പ്രേമവീക്ഷണം ബൃഹതുരശ്രിയോ വീക്ഷ്യധാമതേ മുഹുരതി സ്പൃഹ മുഖ്യദേമന. അവിടുത്തെ ആ രഹസ്യമായിട്ടുള്ള സല്ലാപങ്ങള്, പുഞ്ചിരിയോടുകൂടിയ തിരുമുഖം, പ്രേമ കടാക്ഷങ്ങള്, വിശാലമായിട്ടുള്ള ആ ശോഭ, മാർവിട ശോഭ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒട്ടാകെയുള്ള വിശേഷത്തെ കണ്ട് അത്യന്ത ആസക്തകളായിട്ടുള്ള ഞങ്ങളുടെ മനസ്സ് അവിടുത്തെ വിരഹം കൊണ്ടുള്ള അസഹ്യമായിട്ടുള്ള താപത്താൽ മുഗ്ധമായിട്ട് തീരുകയാണ് എന്നാണ് അവർ പറയുന്നത് എന്നാണ്. അതായത് ഏകാന്തത്തിൽ അവിടുന്ന് അരുളി ചെയ്ത ഓരോ വാക്കുകൾ ഓർമ്മിക്കുക. മന്ദസ്മിതം തൂകിക്കൊണ്ടിരിക്കുന്ന ആ മുഖാരവിന്ദത്തെ, ആ കാരുണ്യ കടാക്ഷത്തെ, ആ കണ്ണുകളെ, ആ ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമായിട്ടുള്ള വിശാലമായിട്ടുള്ള മാറിടം, ആ ചേർന്ന് അവിടുത്തെ കോമള രൂപത്തെ കാണുക ചെയ്തിട്ട് ഇപ്പൊ ഞങ്ങളുടെ മനസ്സ് വല്ലാണ്ട് മയങ്ങിപ്പോവാണ് എന്നാണ്. അപ്പൊ ഭഗവാന്റെ വാക്കുകളും ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള സ്വരൂപവും കൊണ്ട് ഞങ്ങളുടെ മനസ്സ് അങ്ങനെ ഉറച്ചിരിക്കുകയാണ് എന്നാണ്. അതിലെന്താ താല്പര്യം എന്നാണെങ്കിൽ പ്രാണചലനം പോലും ഏറ്റവും മന്ദീഭവിക്കുമ്പോ കേൾക്കാവുന്ന ആ ആത്മഭാവോദ്ദീപകമായ അവിടുത്തെ ആ മന്ത്രണം, അതായത് ഈ ശ്വാസഗതിയെ നമ്മളെ പ്രാണായാമത്തിന്റെ ബലം കൊണ്ട് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ അതായത് കുണ്ടലിനി ശക്തി ഉണർന്ന് പ്രവർത്തിക്കുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ചില ആ ഈശ്വരീയമായിട്ടുള്ള അനുഭവങ്ങളെ നമുക്ക് അറിയാനായിക്കൊണ്ട് പറ്റുന്നതാണ്. നേരത്തെ വേണുഗീതത്തിലൊക്കെ പറഞ്ഞതാണ്. അപ്പോ ആ ആമന്ത്രണവും മായാവിലാസവും കരുണാവായ്പും, അതായത് അത്യന്തം സൂക്ഷ്മമായിട്ട് ആ ജീവന്റെ പരാനാദം അതിനെ ഉയർത്തി ആ ശരീര ഇന്ദ്രിയ മനോബുദ്ധികളെ ഒക്കെ അതായത് പ്രവർത്തിപ്പിക്കുകയാണ്. അതാണ് എല്ലാറ്റിനും അടിസ്ഥാനമായിട്ടിരിക്കുന്നത്. അതുപോലെ അങ്ങനെ വന്ന് ആ ജീവൻ മായയിൽ വന്ന് പെടുകയാണ്. ആ മായയിൽ നിന്ന് രക്ഷപ്പെടാനോ ഭഗവാന്റെ കാരുണ്യം അല്ലേ, ആ ഈ പ്രപഞ്ച സൃഷ്ടിയാദി ലീലകള്, അന്ധകാര സ്വരൂപമായിട്ടുള്ള ജഗത്തില് തേജോമയനായിട്ടുള്ള നിലയും മറ്റും അറിയുമ്പോ ആരുടെ മനസ്സാണ് ആവേശത്തോടുകൂടെ അങ്ങയിലേക്ക് കുതിക്കാത്തത്? അതായത് മായയുടെ പ്രഭാവവും മായാതീതനായിട്ടുള്ള ഈശ്വരന്റെ മാഹാത്മ്യവും ഇത് രണ്ടും അറിയുമ്പോ ഈ മായയിൽ നിന്ന് വിട്ട് ആ മായാതീതനായിട്ടുള്ള ഈശ്വരനില് ലയിക്കണം. കാരണം ഈ മായയിൽ വന്ന് പെടുമ്പോ ജീവൻ എപ്പോഴും ആ നിത്യ ദുഃഖത്തെയാണ് അനുഭവിക്കുന്നത്. ആ മായാതീതനായിട്ടുള്ള ഈശ്വരനോ
ആ എപ്പോഴും നിത്യാനന്ദം അനുഭവിക്കുന്ന ആളാണ്. അതാ നിത്യാനന്ദം അനുഭവിക്കുന്ന ഈശ്വരനാണ് നമ്മുടെ ഉള്ളില് ആ നാദസ്വരൂപത്തിൽ വഴങ്ങിക്കൊണ്ടിരിക്കുന്നത്, ആ പരാനാദത്തില്. അപ്പൊ ആ ഈശ്വരനെ അറിഞ്ഞു കഴിഞ്ഞാല് അത് അതിനെ ആ ഈശ്വരനെ കുറിച്ചുള്ള ആ അറിവ് വന്നു കഴിഞ്ഞാൽ ആ ഈശ്വരനെ അനുഭവിക്കണം എന്ന ഭാവത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും. അങ്ങനെ ആരാ അതിന് ഇഷ്ടപ്പെടാത്തത് എന്ന് ചോദിക്കുകയാണ്. വ്രജവനൗകസാം വ്യക്തിരംഗതേ വൃതിനഹന്തിലം വിശ്വമംഗളം തജമനാത്മനാം സ്വജനഹൃദ്വിജാം എന്നിഷോദനം. ലോകത്തിന് മംഗളമായിട്ടുള്ള അവിടുത്തെ ദിവ്യ സ്വരൂപം പ്രാകൃതകളായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ ദുരിതവും ദുഃഖത്തെയും നശിപ്പിക്കാൻ പര്യാപ്തമാണ് എന്നാണ് ഞങ്ങൾക്കറിയാം. എന്നാൽ അപ്രകാരമുള്ള ദിവ്യ സ്വരൂപത്തിന് ദർശനം പോലും ഞങ്ങൾക്ക് തരാതിരിക്കുന്നത് വലിയ കഷ്ടമാണ് ഭഗവാനെ. അതുകൊണ്ട് ഭഗവാനെ ഇനിയെങ്കിലും താമസിക്കാതെ അവിടുത്തെ ദർശനം തന്ന് അങ്ങയുടെ ആളുകളായിട്ടുള്ള ഞങ്ങളുടെ താപത്തെ തീർത്ത് അനുഗ്രഹിക്കണേ എന്ന് പറയുകയാണ്. കാരണം ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് അവതരിച്ചിരിക്കുന്നത്? അവിടുത്തെ അവതാരം ഗോകുലവാസികളുടെ ദുഃഖത്തെ നശിപ്പിക്കാനും ലോകത്തിന് മുഴുവൻ മംഗളത്തെ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങയിലുള്ള ആ സ്നേഹം കൊണ്ട് മനസ്സ് നിറഞ്ഞ് നിൽക്കുന്ന ഞങ്ങൾക്ക് സ്വന്തം ജനങ്ങളുടെ ഹൃദയവ്യഥയെ നിശേഷം നശിപ്പിക്കുന്ന നിന്തിരുവടിയുടെ ആ ദർശനം തന്നെ അനുഗ്രഹിക്കണം എന്നാണ്. വേറെ ഒന്നും ചെയ്യേണ്ട. ആ ഒരു നോട്ട, ഒരു കടാക്ഷം, ആ ഒരു ദർശനം കൊണ്ട് തന്നെ ആ എല്ലാ ദുഃഖങ്ങളും തീരും, ആ ഞങ്ങളുടെ ദുഃഖങ്ങളൊക്കെ നശിക്കും. അതൊന്ന് തന്നെ അനുഗ്രഹിക്കണം എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ അവര് അതിന് താല്പര്യം കേവലം ഈ കാടന്മാരായിട്ടുള്ള പ്രാകൃതന്മാർക്ക് പോലും അവിടുത്തെ പരമമംഗള സ്വരൂപത്തിന്റെ ദർശനം താപഹര. അതായത് ഈശ്വരനെ അറിയാത്ത ആളുകൾക്കും ഭഗവാന്റെ ആ ദർശനം കിട്ടിയെന്ന് വിചാരിക്കുക. അവര് ആ എല്ലാ താപങ്ങളിൽ നിന്നും അവർക്ക് മോചനം കിട്ടും ഇല്ലേ? അപ്പോ എന്നാൽ തപിക്കുന്നവരായിട്ടുള്ള അങ്ങയുടെ ആളുകളായിട്ടുള്ള ഈ ജീവന്മാരുടെ ഒക്കെയും താപത്തെ അങ്ങയുടെ ദർശനം കൊണ്ട് അകറ്റിക്കൂടെ എന്നാണ്. അപ്പൊ എല്ലാ ജീവന്മാരുടെയും ആ ദുഃഖത്തിൽ നിന്ന് എല്ലാ ജീവന്മാരെയും രക്ഷിക്കാനുള്ള ഏക പോംവഴി ഭഗവാനെ തന്നിൽ താനായിട്ട് അനുഭവിക്കലാണ്. അപ്പോ കരുണാമയനായിട്ടല്ലയോ ഭഗവാനെ അങ്ങയുടെ ദർശനം തന്ന് ഈ സംസാര താപത്തിൽ നിന്ന് ജീവന്മാരെ ഉദ്ധരിക്കണേ. ഇതാണ് അതിന്റെ താല്പര്യം എന്നാണ്. എത്തേ സുജാത ചരണാംബുരുഹംസ്തനേഷു വീതാശനൈ പ്രിയതീ മഹികർക്കശേഷു തേനാടവീ മനസി തദ്വദനേന കിംസിൽ പൂർവാദിഭിർഭ്രമതിർഭവദായുഷാം. അല്ലയോ ഭഗവാനെ, അവിടുത്തെ ഏറ്റവും മൃദുലങ്ങളായിട്ട് പാദപത്മങ്ങള് ആ വേദനിക്കുമോ എന്ന ഭയത്തോടു കൂടി പതുക്കെ അത് ഞങ്ങളുടെ ഹൃദയത്തിൽ ധരിച്ചോളാം ഭഗവാനെ. ഞങ്ങൾ ഹൃദയത്തിൽ ധരിക്കുമ്പോഴും അതായത് അല്ലാണ്ട് വല്ലാത്തൊരു രീതിയിൽ ഞങ്ങളുടെ ഹൃദയത്തില് ധരിക്കില്ല. എന്താ അത്? അതായത് ധൃതിയിലേ ആ ഭഗവാൻ എത്ര നേരം കാണാത്തതല്ലേ, കണ്ടു കഴിഞ്ഞാൽ ആ പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തിന് അടിമപ്പെട്ടിട്ടേ ഭഗവാനെ വാരിയെടുത്ത് ആ നെഞ്ചത്തോടു കൂടി ചേർത്തും ആ പരിഭ്രമം വേണ്ട. വളരെ പതുക്കെ ഞങ്ങളുടെ അതായത് അവിടുത്തെ പാദപത്മങ്ങൾക്ക് വേദന വരുമോ അത് വേണ്ട എന്ന് വിചാരിച്ച് വളരെ പതുക്കെ മാത്രമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ ധരിക്കുള്ളൂ ഭഗവാനെ. ഞങ്ങളുടെ ഹൃദയസ്പർശം കൊണ്ട് അങ്ങേക്ക് ന്യൂനത വരാതിരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചോളാം. കാരണം ഹൃദയത്തിന്റെ പരിശുദ്ധി ഉണ്ടായിട്ടുള്ള ആളുകൾക്കല്ലേ ഭഗവാന്റെ പാദങ്ങളെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ഹൃദയത്തില് അശുദ്ധി ഇല്ലാണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചോളാം. എന്നാൽ ഇപ്പോൾ അതേ പാദങ്ങളെ കൊണ്ടല്ലേ അവിടുന്ന് കാട്ടിൽ സഞ്ചരിക്കുന്നത്. അതായത് അത്രയും മൃദുലങ്ങളായിട്ടുള്ള പാദങ്ങളാണ്. ആ പാദങ്ങള് വല്ല കല്ലോ മുള്ളോ തട്ടി മുറിയാൻ ഇടവന്നാൽ അങ്ങയ്ക്ക് വേണ്ടി മാത്രം, അങ്ങയെ ശുശ്രൂഷിക്കാൻ മാത്രം ജീവിക്കുന്നവരായിട്ട് ഞങ്ങൾക്ക് അതെങ്ങനെയാ ഭഗവാനെ സഹിക്കാൻ കഴിയുക? അതുകൊണ്ട് ആ കാട്ടിൽ ചുറ്റിത്തിരിയതിനേക്കാൾ ഭേദം ഞങ്ങളുടെ ഹൃദയത്തിൽ അധിവസിക്കുന്നതാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതാണ് അവരുടെ താല്പര്യം. അതാണ് അധിവസിക്കാമെന്നാണ് താല്പര്യം എന്ന് കാണിച്ചു തരികയാണ്. അപ്പൊ ഇവിടെ ഗോപികൾക്ക് ഗോപികളുടെ സ്വന്തം ദുഃഖമല്ല. എന്താ? ഭഗവാന്റെ ആ താമര ഇതളിനെ പോലും മൃദുലമായിട്ടുള്ള താമര ഇതളുകളെക്കാളും മൃദുലമായിട്ടുള്ള ആ പാദങ്ങള് ഞങ്ങൾ കാണാതെ കഴിക്കാനായിട്ട് ഇപ്പോ ഞങ്ങളിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയാണ് ഈ ഇരുട്ടില് അല്ലെ. ആ ഇരുട്ടില് വേണ്ടത്ര വെളിച്ചമില്ലാത്തത് കൊണ്ടേ ആ പാദങ്ങളില് വല്ല കല്ലോ മുള്ളോ തട്ടിയിട്ട് ആ പാദപല്ലവങ്ങള് വേദനിച്ചു എന്ന് വന്നാൽ അത് ഞങ്ങളുടെ ഹൃദയത്തില് വലിയൊരു അഗാധമായിട്ടുള്ള മുറിവായിട്ട് തീരും ഭഗവാനെ. അപ്പൊ അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഞങ്ങൾക്ക് ആ വേദന താങ്ങാൻ കഴിവില്ല. അപ്പൊ അവർക്ക് അവരുടെ വേദനയല്ല വലുത്, ഭഗവാന് വേദന എടുക്കാൻ പാടില്ല. അതാണ് അവരുടെ ഭാവം എന്നാണ്. അതുകൊണ്ട് ദർശനം തന്ന് അനുഗ്രഹിക്കണേ എന്നാണ്. അപ്പോ ഇവിടെ രാഗാദി ദുർവികാരങ്ങളെ കൊണ്ട് കഠിനമായിട്ടുള്ള ഹൃദയത്തില് അവിടത്തെ ആ തുല്യമായിട്ടുള്ള പാദം പ്രകാശിക്കുക അസാധ്യമാണ്. എന്നാൽ കഴിയുന്നതും ഹൃദയത്തെ സംശുദ്ധവും മൃദുലവുമാക്കാൻ ശ്രമിക്കാം ഞങ്ങൾ എന്നാണ്.
അങ്ങനെ ശ്രമിച്ചാലോ? ദ്വന്ദ്ങ്ങളെ കൊണ്ട് ദുർഗമമായിട്ടുള്ള പ്രപഞ്ചത്തില് അവിടെ നിന്ന് ചുറ്റിത്തിരിയുന്നുണ്ട്. അതിന്റെ യാതൊരു ബാധയും ദ്വന്ദ്വബാധയും അങ്ങക്കില്ല. അങ്ങ് ഇവിടെ ഉണ്ടെങ്കിലും ആ പ്രപഞ്ചാനുഭവങ്ങളൊന്നും അങ്ങേ ബാധിക്കുന്നതല്ല. അത് വലിയൊരു അത്ഭുതമാണ്. അവിടേക്കും സാധാരണ ജീവന്മാരുടെ മാതിരി പ്രപഞ്ചബാധ ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ ജീവന്മാർക്ക് പിന്നെ എന്താ ഒരു ഗതി? അതുകൊണ്ട് ഒരിക്കലും പ്രപഞ്ചത്തില് ഒന്നും അങ്ങ് എന്തൊക്കെ ചെയ്താലും അങ്ങേ ബാധിക്കാൻ പോണില്ല. ആ നിലയ്ക്ക് പല പ്രപഞ്ചധർമ്മങ്ങളുള്ള ഞങ്ങളുടെ ഹൃദയത്തിലും ഒന്ന് പ്രകാശിച്ചുകൂടെ ഭഗവാനെ? കാരണം ദ്വന്ദ്വസഹജമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ അങ്ങ് വിളങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പലവിധ വികാരങ്ങളും വിചാരങ്ങളും ഉള്ള ഞങ്ങളുടെ ഹൃദയത്തിലും പ്രകാശിച്ച് ആ വിചാരങ്ങളെയൊക്കെ അകറ്റി ഞങ്ങൾക്ക് ആത്മാനന്ദം തരണം. അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു എന്നുള്ളത് കൊണ്ട് അങ്ങക്ക് ന്യൂനതയൊന്നും വരാൻ പോണില്ല. കാരണം എന്താ? അങ്ങ് പൂർണ്ണനാണ്. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യതേ. അപ്പൊ ആ പൂർണ്ണതയ്ക്ക് യാതൊരു കുഴപ്പവും വരില്ല. ഞങ്ങളുടെ അപൂർണന്മാരായിട്ട് ഞങ്ങളുടെ ഹൃദയത്തില് ഒന്ന് പ്രകാശിപ്പിച്ച് പൂർണ്ണതയെ ഒന്ന് അനുഭവിപ്പിച്ചു തരൂ എന്നാണ് അവര് പറയുന്നത്. ഇപ്പോ ഇങ്ങനെയാണ് ആ ഗോപികാഗീതത്തിന്റെ താല്പര്യം. ഏതായാലും കുറച്ച് സമയം അധികം എടുത്തു. ഏതായാലും ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. ഇന്നത്തെ യജ്ഞസമർപ്പണം നടത്തി ധന്യധന്യനായിട്ടുള്ള മഹാത്മാവ് ആരുഷി അരുൺ മകൻ നക്ഷത്രം കൊട്ടിയാത്ത് നരോത്ത് കുടുംബാംഗമാണ്. ഗുജറാത്തിലുള്ള ആളാണ്. ഏതായാലും അവർക്കും കുടുംബത്തിനും ശ്രീ ഗുരുവായൂരപ്പന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് എല്ലാവരും മനസ്സ് തുറന്ന് അല്ലെങ്കിൽ ആ മനസ്സ് നിറഞ്ഞ ഗുരുവായൂരപ്പനെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഏതൊരു ഉദ്ദേശം കൊണ്ടാണോ അവർ ഈ യജ്ഞസമർപ്പണം എന്ന ആ മഹത്തായിട്ടുള്ള കർമ്മം നിർവഹിച്ചത് അവരുടെ ആ ഉദ്ദേശം ഗുരുവായൂരപ്പൻ നടത്തി കൊടുക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. ഓരോരുത്തരും അവനവന്റെ കഴിവനുസരിച്ച് ഇനിയുള്ള ദിവസങ്ങളിലും ഈ യജ്ഞസമർപ്പണം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടി ധന്യരാവാൻ അതായത് അപേക്ഷിക്കുകയാണ്. കാരണം നല്ലൊരു മുഹൂർത്തമാണ് ഈ അതായത് മഹാമാരി നമ്മളെയൊക്കെ അതായത് നമ്മുടെ ഇടയിലൊക്കെ പടർന്നു പിടിച്ച സമയത്തും ഈ അതിൽ നിന്ന് മോചനം കിട്ടാൻ നമുക്ക് നല്ലൊരു മാർഗമാണ് ഇപ്പൊ ഈശ്വരൻ കാണിച്ചു തന്ന ഈ ഒരു ക്ലാസ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങള് അവനവന്റെ കഴിവനുസരിച്ച് ചെയ്യുക. ഓരോ ദിവസവും യജ്ഞസമർപ്പണം നടത്തി ഭഗവാന്റെ അനുഗ്രഹവും അതുപോലെ തന്നെ ആ മഹാത്മാക്കളുടെ അനുഗ്രഹവും നേടാൻ നമ്മളൊക്കെ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സത്സംഗത്തെ ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ സമർപ്പിക്കുന്നു. ഹരിയോം തത്സ. കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.